ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ജനറ്റിക് ടെസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന വിഷയത്തിൽ മൈൻഡ് പ്രൊജക്റ്റായ പ്രതീതിയുടെ കീഴിൽ നടക്കുന്ന ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മെഡ്ജനോ ലാബിലെ പ്രിൻസിപ്പൽ ജനറ്റിക് കൗൺസിലർ ആയിട്ടുള്ള മാധവി മാഡമാണ്. ഏറ്റവും സ്നേഹത്തോടെ മാഡത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാഡം. താങ്ക് യു. ശരി. അപ്പോ ജെറിൻ പറഞ്ഞ പോലെ പ്രിൻസിപ്പൽ ജനറ്റിക് കൗൺസിലർ ആണ് മെഡ്ജിനോം ലാബ്സിൽ. ഓഫ്കോഴ്സ് ഞാൻ ഐ കനോട്ട് യൂസ് എനി അതർ സ്ലൈഡ്. നമ്മൾ ഇതൊരു മെഡ്ജിനോമിന് എന്താ പറയാ ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് എടുക്കുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇഫ് ഐ ഗിവ് എ ടോക്ക് ഇവരുടെ സ്ലൈഡ്സ് എനിക്ക് യൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ പ്ലീസ് ഡു നോട്ട് ലുക്ക് അറ്റ് ദ കമ്പനീസ് ലോഗോ. നമ്മളെ ജനറ്റിക് കൗൺസിലിനെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. പിന്നെ എന്റെ മാതൃഭാഷ മലയാളം അല്ല. സോ എല്ലാവർക്കും ചിലപ്പോൾ പ്രശ്നമായിരിക്കും. ഇഫ് ഇൻ കേസ് ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ഒരു മലയാളത്തിൽ ഒരു വാക്ക് എനിക്ക് വന്നില്ലെങ്കിൽ ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ബേസിക്സ് ആയിട്ട് നമുക്ക് തുടങ്ങാം. സ്പെസിഫിക്കലി നമുക്ക് അറിയേണ്ടത് ജെനറ്റിക്സ്, ഡിസോർഡേഴ്സ്, നമ്മുടെ ജെനറ്റിക് ഇൻഫർമേഷൻ, ജീൻസ്, ബേസിക് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഞാനത് ടുഡേ എന്താ പറയാ, ഇന്ന് നമ്മൾ ഒരു അസുഖത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, സോ വളരെ ബേസിക് ആണ്. എസ്പെഷ്യലി ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലി മെമ്പറിന് അറിയേണ്ട ചില കാര്യങ്ങളെന്ന് അതിനെ കുറിച്ച് നമ്മൾ വളരെ ഒരു ബേസിക് ആയിട്ട്, പിന്നെ എന്താ പറയാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടേംസിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സോ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ് എന്താ സെല്ലിനകത്താണ് നമുക്ക് ഉള്ള ഒരു DNA ജനറ്റിക് ഇൻഫർമേഷൻ എന്നാണ്. ഈ DNA ആയിട്ടല്ല, നമുക്ക് ക്രോമസോംസ് രൂപത്തിലാണ് ഹ്യൂമൻസിൽ, പിന്നെ കുറച്ച് ഹയർ ഓർഗാനിസംസ് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിലുള്ളത്. ബട്ട് അതേ ഒരു ബാക്ടീരിയ വൈറസ് എടുക്കുവാണെങ്കിൽ അവർക്ക് ക്രോമസോംസ് ഇല്ല കേട്ടോ, അവർക്ക് വെറും ഇങ്ങനെ DNA മാത്രമാണ് കാണുന്നത്. ഞാൻ ലെറ്റ് മീ സീ ഇഫ് ഐ കൻ യൂസ് എ പോയിന്റർ. ഓക്കെ, ശരി. അപ്പൊ നമ്മളിങ്ങനെ DNA ആയിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയേണ്ടത് എന്താണ്, ജനറ്റിക് ചേഞ്ചസ് എന്താണ്. എല്ലാ മാറ്റങ്ങളും നമുക്ക് അസുഖം ഉണ്ടാക്കണമെന്നില്ല. നമ്മൾ എല്ലാവരിലും മാറ്റങ്ങളുണ്ട്, പക്ഷെ എല്ലാ മാറ്റങ്ങളും അത് ദേ ആർ നോട്ട് ഹാംഫുൾ. പിന്നെ എല്ലാ മാറ്റങ്ങളും നമുക്ക് പാരമ്പര്യമായിട്ട് വരണമെന്നും ഇല്ല. സോ ദേ ആർ ഓൾ നോട്ട് ഇൻഹെറിറ്റഡ്. സോ അപ്പം നമ്മൾ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ അനിമൽസിൽ അല്ലെങ്കിൽ എനി ഫോം നമ്മൾ ഈ വെറൈറ്റി കാണുന്നത് ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻസ്. ഈ വേരിയേഷൻസ് എന്നാണ് ഈ വെറൈറ്റി എന്ന് നമുക്ക് പറയുന്നത്. സോ ജനറലി മാറ്റങ്ങൾ എന്ന് പറയുന്നത് ദേ ആർ ഓൾ ദേർ, നമ്മൾ എല്ലാവരിലും ഉണ്ട്. സോ ഇത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, പിന്നെ വേരിയേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പല ലെവൽസിൽ വരാം. ശരി, സോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേരിയേഷൻസ് എന്ന് പറയുന്നത് ഈ ക്രോമസോം ലെവലിലും വരാം, പിന്നെ നമുക്ക് DNA ലെവലും നമുക്ക് വരാം. ഓക്കെ, സോ ക്രോമസോംസ് ലെവലിൽ വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റ് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഒന്ന് ഓർമ്മ നിങ്ങൾക്ക് കാണും. ഓക്കെ, സോ സാധാരണ നമുക്ക് ഉള്ളത് ഒരു 23 പെയർസ്, 23 ജോഡി ക്രോമസോംസ് ആണ് ഹ്യൂമൻസിനുള്ളത്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് അത് കാണുന്നത്. അപ്പൊ ഈ എണ്ണത്തില് ചിലപ്പോ പ്രശ്നം വരാം. അപ്പൊ ഒരു 21st ക്രോമസോമിന്റെ എണ്ണത്തിൽ ഇവിടെ യു ക്യാൻ സി ഒരു എക്സ്ട്രാ ഉണ്ട്. സാധാരണ നമുക്ക് 2 കോപ്പീസ് ആണുള്ളത്. ചില കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ കോപ്പി ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ട്രൈസോമി 21 അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാണുന്നത് ക്രോമസോമിന്റെ കംപ്ലീറ്റ് ഒരു എണ്ണത്തിൽ തന്നെ ഒരു പ്രശ്നം. ഓക്കെ, പിന്നെ ചിലപ്പോ ഈ DNA ജസ്റ്റ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, മീനിങ് ഇത് ക്രോമസോം അല്ല, DNA ഒരു അക്ഷരത്തില് നമുക്ക് മാറ്റം വരാം. മീനിങ് ഇവിടെ സാധാരണ TAA CTG ഇങ്ങനെ വരുന്ന ഒരു ആണെങ്കിൽ, ഇതൊരു സെന്റൻസ് ആണെങ്കിൽ, ഒരു വേർഡ് ആണെങ്കിൽ, ഇവിടെ നമുക്ക് ഒരു ലെറ്റർ ഇൻസ്റ്റെഡ് ഓഫ് എ T there is a C. ഇതിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയേഷൻ എന്ന്. സാധാരണ ഇടയ്ക്ക് ആരും മ്യൂട്ടേഷൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാറില്ല. We usually use the term variation എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതാണ് ഈ വേരിയേഷൻ. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇതാണ്, എല്ലാ വേരിയേഷൻസ് നമുക്ക് അസുഖം ഉണ്ടാക്കണമെന്നില്ല. ചില മാറ്റങ്ങൾ നമുക്ക് ദേ ആർ ന്യൂട്രൽ ആയിരിക്കാം, ചിലപ്പോൾ ബെനിഫിഷ്യലും ആയിരിക്കാം, നല്ലതും ചെയ്യും. നമ്മൾ ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ദീസ് വേരിയേഷൻസ് ആണ് നടന്നത്. സോ ഒറിജിനൽ സീക്വൻസ് ഇന്ന് മാറ്റം ഉള്ളതാണ്. സോ ദിസ് ഇസ് എ പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് നമ്മൾ പറയും. സോ ഇതിന് why should we know this? Because okay, this I'll go back again. നമുക്ക് ഈ സ്കെയിൽ ഓഫ് ജീനോമിക് വേരിയേഷൻ എന്ന് പറയുമ്പോൾ ക്രോമസോമിന്റെ എണ്ണത്തിലെ പ്രശ്നം വരാം, അല്ലെങ്കിൽ മാറ്റം വരാം. ക്രോമസോമിന്റെ ഒരു പോർഷനിലെ പ്രശ്നം അല്ലെങ്കിൽ മാറ്റം വരാം. ചില 1000 അല്ലെങ്കിൽ 2000, 5000 ജീൻസിൽ ലെറ്റേഴ്സിൽ there can be മാറ്റം വരാം, അല്ലെങ്കിൽ ഒരൊറ്റ ലെറ്ററിൽ മാറ്റം വരാം. സോ ജനറ്റിക് മാറ്റങ്ങൾ എന്ന് പറയുന്നത്
പല രീതിയിലാണ് ഉള്ളത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയേഷൻസ്. സോ ഈ സ്കെയിൽ ഓഫ് വേരിയേഷൻ അനുസരിച്ചാണ് നമുക്ക് പല ജനറ്റിക് ടെസ്റ്റുകളാണ് ഉള്ളത്. അതാണ് ഈ ഡിഫറെന്റ് ജനറ്റിക് ടെസ്റ്റ്. അപ്പോ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ടെസ്റ്റ് അല്ല, പല മെത്തഡോളജീസ് ആണ് ഉള്ളത്. ഈ മെത്തഡോളജീസ് ഉള്ളത് ബിക്കോസ് മാറ്റങ്ങൾ പല രീതിയിൽ ഉള്ളത് കൊണ്ടാണ് പല മെത്തേഡ്സ് ഉള്ളത്. പിന്നെ ബിഫോർ വി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, ഐ ഓൾസോ വാണ്ട് ടു ഷോ മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ചില ആൾക്കാർ യു വുഡ് ഹാവ് ഹേർഡ്. ഇപ്പൊ നമ്മൾ അഗെയിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദാറ്റ് സെല്ലിനകത്ത് പവർ ഹൗസ് ഓഫ് ദ സെൽ നമ്മൾ പഠിച്ചു. അപ്പോ മൈറ്റോകോൺഡ്രിയ ഉണ്ട്, മൈറ്റോകോൺഡ്രിയകത്തും DNA ഉണ്ട്. ഈ DNA പ്രശ്നം വന്നാലും നമുക്ക് ജനറ്റിക് അസുഖങ്ങൾ വരും. ഇതിന് ഞങ്ങൾ മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോ ന്യൂക്ലിയർ DNA ടെസ്റ്റ് ചെയ്യുന്നതും മൈറ്റോകോൺഡ്രിയൽ ജീനോം സീക്വൻസിങ് ഇതും നമുക്ക് വേറെ ഒരു ജനറ്റിക് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ ഇതിനും നമ്മൾ ജസ്റ്റ് ഒരു അറിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐ ഹാവ് പുട്ട്. അപ്പോ ഈ വേരിയേഷൻസിന് നമുക്ക് പല ജനറ്റിക് ടെസ്റ്റ്സ് ഉണ്ട് ആസ് ഐ സെഡ്. അപ്പോ സെല്ലിന് മാത്രം നമ്മൾ നോക്കുമ്പോൾ അതിന് ഞങ്ങൾ സൈറ്റോജനറ്റിക് ടെസ്റ്റ് എന്ന് പറയും. മോളിക്കുലർ ജനറ്റിക് ടെസ്റ്റ് എന്ന് വെച്ചാൽ സെല്ലിനകത്ത് നിന്ന് DNA പുറത്തെടുത്തിട്ട് ആ DNA വെച്ചിട്ട് ഞങ്ങൾ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാറ്. അപ്പൊ ഇതാണ് ഈ പല നെയിംസ് ഓഫ് ദ ടെസ്റ്റ്സ്. ഓക്കെ, പല ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡോക്ടർ ഇത് ഏതാണ് എങ്ങനെയാണ് നമ്മൾ ഇത് ഡിസൈഡ് ചെയ്യുന്നത്? നമ്മളെ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഐദർ ക്ലിനിഷ്യൻ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ജെനറ്റിസിസ്റ്റ് ഓർ കൗൺസിലർ, നമ്മൾ എന്താണ് ഡോക്ടർ സംശയിക്കുന്നത്, എന്താണ് ഇവരെ കാണിക്കുന്നത് സിംറ്റംസ്, ഇത് വെച്ചിട്ട് ഞങ്ങൾ ചിലപ്പോൾ ജനറ്റിക് ടെസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താവും, പല റിസൾട്ട്സും റിപ്പോർട്ട്സും ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, അബ്നോർമൽ എന്ന് പറയും, ഹൈ റിസ്ക് എന്നൊക്കെ പറയും, പല ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ കാണിക്കും, എന്തൊക്കെയോ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദർ ആർ മെനി തിങ്സ്. ഓക്കെ, സോ വേറെ വേറെ ടെസ്റ്റിന് നമുക്ക് വേറെ വേറെ രീതിയിലാണ് നമുക്ക് ഈ റിസൾട്ട് ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോ ഈ റിസൾട്ട്സ് കാണുമ്പോ എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല, എന്താണ് ഈ ടെസ്റ്റ്? ഓക്കെ, ഒരു ടെസ്റ്റ്, എന്റെ ഫ്രണ്ട് ഒരു ടെസ്റ്റ് ആണ് ചെയ്തത്, ഞാൻ ഒരു ടെസ്റ്റ് ആണ് ചെയ്തത്, എന്തിനാണ് ഇത് ജനറ്റിക് ടെസ്റ്റ്? ആ ടെസ്റ്റ് എന്തിനാ? പിന്നെ ഈ ടെസ്റ്റ് വാട്ട് ഇസ് ഇറ്റ് ടെല്ലിങ് മീ? ഈ ടെസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റൂല എന്ന് പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബോത്ത് യെസ്, ഈവൻ ഫോർ ദ ഡോക്ടേഴ്സിനും സംശയങ്ങൾ വരും, പേഷ്യൻസിനും വരും, പേഷ്യൻസിന്റെ ഫാമിലി മെമ്പേഴ്സിനും വരും. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജനറ്റിക് കൗൺസിലേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ ആരാണ് ജനറ്റിക് കൗൺസിലേഴ്സ്? ഹെൽത്ത് പ്രൊഫഷണൽസ് ഹാവിംഗ് എഡ്യൂക്കേഷൻ ഇൻ ജെനറ്റിക്സ് ആൻഡ് കൗൺസിലിംഗ്. ബേസിക് ജെനറ്റിക്സ് ആൻഡ് മോളിക്കുലർ ബയോളജി ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ എന്തിനാണ് കൗൺസിലിംഗ്? ഓഫർ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ്. ഓക്കെ, സോ ദാറ്റ് യു ക്യാൻ മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഇൻഫോംഡ് ഡിസിഷൻസ് വെച്ചാൽ എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. അതാണ് ഞാൻ പല പ്രാവശ്യം കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഐ ടെൽ ദം ഓപ്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കാറില്ല. വി ഓൺലി ഗിവ് ദ ഓപ്ഷൻസ്. നിങ്ങൾ ഒരു ഇൻഫോംഡ് ഡിസിഷൻസ്, യെസ് ജനറ്റിക് ടെസ്റ്റിംഗ് ഏത് ടെസ്റ്റ് ആണ് ചെയ്യണം, ഏത് ടെസ്റ്റ് ചെയ്താൽ അത് എന്ത് പറയും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡിസിഷൻ എടുക്കുന്നത് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പർ ആയിരിക്കാം. സോ ആസ് എ സെൻട്രൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഫോർ അതർ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് ഓൾസോ, not only for patients and public, even for clinicians, വേറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനും നമ്മളൊരു സെൻട്രൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ഞങ്ങൾ വി പ്ലേ എ റോൾ. Okay, so we have a knowledge in medical genetics, molecular biology, basic psychology and നല്ല communication skills ഉണ്ടാവും. Simplify the language of genetics. അപ്പോൾ ജെനറ്റിക്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു സിമ്പിൾ ആയിട്ട് പറയാൻ, പിന്നെ എല്ലാം ജെനറ്റിക്സ് എല്ലാം പേഷ്യൻസ് ഫാമിലി മെമ്പേഴ്സിന് ആവശ്യമില്ല. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് അവർക്ക് വേണ്ടിയത് അത് മാത്രം കണ്ടുപിടിച്ചിട്ട് അവർക്ക് പറയാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. But at the same time, we also should keep in mind ethical and social issues. അത് ഞങ്ങൾക്ക് വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, സോ അവർക്ക് എന്താണ് സോ ഈ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. സോ എല്ലാവർക്കും യെസ് ദേ മേ ഹാവ് ജെനറ്റിക് കണ്ടീഷൻ. ഇപ്പോൾ ഒരു മസ്കുലർ ഡിസ്ട്രോഫി തന്നെ എടുത്താൽ നോട്ട് എവ്രി വൺ ഓഫ് യുവർ പ്രോബ്ലംസ് ഈസ് നോട്ട് ദ സെയിം, എവ്രി വൺ ഓഫ് യുവർ ഫാമിലി ഈസ് നോട്ട് ദ സെയിം. നിങ്ങൾ ഈച്ച് വൺ ഓഫ് യു ഓൾസോ, നിങ്ങൾ ഓരോ ആൾക്കാർ വേറെ വേറെയാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ചോദ്യം ക്വസ്റ്റ്യൻസ് വേറെ ആയിരിക്കാം, അവരുടെ ഇഷ്യൂസ് വേറെ ആയിരിക്കാം. സോ അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നത്. സോ ജനറ്റിക് കൗൺസിലിംഗ് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആണ്. ഇൻഹെറിറ്റന്റ് പാറ്റേൺ ജെനറ്റിക്സും ജീനോമിക് ബയോസിസിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇതിന് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ആൻഡ് ഗൈഡ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വിത്ത് ടെസ്റ്റിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ. ഓക്കെ,
പക്ഷെ ഹിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യു ഷുഡ് കീപ് ഇൻ മൈൻഡ്, ജനറ്റിക് കൗൺസിലേഴ്സ് ഞങ്ങൾ ഡയഗ്നോസ് ചെയ്യാറില്ല, ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം ജനറ്റിക് കൗൺസിലേഴ്സ് MSc ആയിരിക്കും, അല്ലെങ്കിൽ എന്നെ പോലെ PhD ആയിരിക്കും. ഓക്കെ, ഡോക്ടേഴ്സ് അല്ല. യെസ്, ഡോക്ടേഴ്സ് കൗൺസിൽ ചെയ്യും, ബട്ട് വി വുഡ് പ്രിഫർ ആസ് എ കൗൺസിലർ, ഡോക്ടേഴ്സും കൗൺസിലർ അവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, അവർ ചെയ്യുമ്പോൾ വി റിക്വസ്റ്റ്, ഐ ഹാവ് സീൻ ദ ഡോക്ടേഴ്സ്, ഞാനും ഡോക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന് ഐ ഹാവ് സീൻ എ സെഷൻ, അവരൊരു ഡോക്ടറായിട്ട് സംസാരിക്കില്ല, ഒരു കൗൺസിലറായിട്ട് സംസാരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയി പോകും. സോ സ്പെസിഫിക്കലി ഒരു കൗൺസിലർ എടുത്ത് സംസാരിക്കുമ്പോൾ, സോ ഈ ഇടയ്ക്കാണ് നമ്മൾ വരുന്നത്. സോ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ ജേർണിയിൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യുന്നത്? ഒരു ബ്രിഡ്ജ് ആണ് ബിറ്റ്വീൻ ദ ക്ലിനിഷ്യൻ ആൻഡ് ദ പേഷ്യന്റ്. ഓക്കെ, സഡൻലി ഒരു ഡയഗ്നോസിസ് ഡോക്ടർ പറയുമ്പോൾ ആ ഒരു ആങ്സൈറ്റി നമുക്ക് ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഇല്ലല്ലോ മാഡം, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇല്ലല്ലോ, അതെങ്ങനെ വന്നത്, അങ്ങനെ വരാമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്നത് ഞങ്ങളാണ്. റിസ്ക് ഉണ്ടോ, ആർക്കാണ് റിസ്ക്, എത്രയാണ് റിസ്ക്, എനിക്ക് ഈ ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഈ ടെസ്റ്റ് ചെയ്താൽ എങ്ങനത്തെ റിസൾട്ട് ഒക്കെ വരും, ഇതൊക്കെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇൻ ദ ലാംഗ്വേജ് ദാറ്റ് ദി പേഷ്യന്റ് ഓർ ദ ഫാമിലി അണ്ടർസ്റ്റാൻഡ്സ്. ഓക്കെ, സോ സാധാരണ ഒരു ടെക്നിക്കൽ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ജനറ്റിക് കൗൺസിലിംഗ് ഞങ്ങൾ രണ്ട് കാറ്റഗറീസിൽ നമ്മൾ വെരി ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് എന്ന് നമ്മൾ പറയും. മീനിങ് സാധാരണ യെസ് ആക്ച്വലി പോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന മുമ്പ് നമുക്ക് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് നമ്മൾ ചെയ്യണം. മീനിങ് ഞങ്ങൾ ഒരു ഫാമിലി ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി എടുക്കും. പിന്നെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് അബൌട്ട് ജനറ്റിക് ഡിസോർഡർ ആൻഡ് ജനറ്റിക് ടെസ്റ്റിംഗ്. ആൻഡ് ഇൻ ഡെപ്ത് നമ്മൾ പോകുന്നത് വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് ടെസ്റ്റ്, എന്തിനാണ് ഡോക്ടർ ഈ ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് ചെയ്താൽ എങ്ങനത്തെ റിസൾട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം, പിന്നെ എല്ലാത്തിനും ഒരു കുറവ് കാണുമല്ലോ, എല്ലാം നല്ലത് തന്നെ അല്ലല്ലോ, യു വിൽ ഹാവ് സർട്ടൻ ലിമിറ്റേഷൻസ് ഓഫ് എവറിത്തിങ്. പിന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഒരു വേറെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഇപ്പൊ അല്ല എനിവേർ ഇൻ ദ നിയർ ഫ്യൂച്ചർ വരാമോ എന്ന് നമ്മളൊക്കെ ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ സാധാരണ പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് എപ്പോഴാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? സോ ഇഫ് യു ഗോ, അപ്പൊ നമ്മൾ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ എന്റെ സിംറ്റംസ് കണ്ടിട്ട് ഡോക്ടർ യെസ് ചിലപ്പോൾ ഇത് ജനറ്റിക് ആയിരിക്കാം, നമുക്കൊരു ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴാണ് യു ഗോ ടോക്ക് ടു എ കൗൺസിലർ. ഒരു കൗൺസിലറുടെ അടുത്ത് എന്തായാലും ഒരു പ്രാവശ്യം സംസാരിക്കാം. ചിലപ്പോൾ ഡോക്ടർ തന്നെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ടെസ്റ്റ് ചെയ്യുക എന്ന്. ബട്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ബ്ലഡ് സാമ്പിൾ കൊടുക്കുന്ന മുമ്പ് തന്നെ ഒരു കൗൺസിലറുടെ അടുത്ത് സംസാരിക്കും. ചിലപ്പോൾ എന്താവും, ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ഡോക്ടേഴ്സ് വിൽ സേ നിങ്ങൾ ടെസ്റ്റിന് കൊടുത്തോളൂ, ബട്ട് ബിഫോർ യു ഗെറ്റ് ദ റിസൾട്ട് യു ക്യാൻ ഡു എ ടെസ്റ്റിംഗ്. സോ രണ്ട് രീതിയിലും ഞങ്ങൾക്ക് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് വരാറുണ്ട്. ബിഫോർ ദ ഈവൻ ടെസ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന മുമ്പേ ഞങ്ങൾക്ക് വരാറുണ്ട്. ടെസ്റ്റ് ഡിസൈഡ് ചെയ്തതിനു ശേഷം ചിലപ്പോൾ അവർ സാമ്പിൾ തരൂല. പീപ്പിൾ അപ്രോച്ച് മീ, മാഡം ഇങ്ങനെ ഡോക്ടർ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് എല്ലാം അറിഞ്ഞിട്ടേ ഐ വോണ്ട് ടു ഗോ അഹെഡ് ആൻഡ് ഗിവ് ദ സാമ്പിൾ എന്നൊക്കെ പറയും. സോ പല സിറ്റുവേഷൻസിലാണ് പ്രീ ടെസ്റ്റ് കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ദ സെക്കൻഡ് ടെസ്റ്റ് ഇസ് പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ്. മീനിങ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇൻ ചില കേസസ് റിസൾട്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡോക്ടർമാർ ദേ ഡോണ്ട് ഷെയർ. അവർ ഫസ്റ്റ് ഞങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യും, ആൻഡ് ദെൻ വി വിൽ സേ മാം നമ്മൾ പ്രീ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയാം. ഓക്കെ, സോ അങ്ങനെ ചിലപ്പോൾ ഡോക്ടേഴ്സ് വിളിക്കത്തില്ല, ഞങ്ങൾ കൗൺസിലേഴ്സ് ആണ് ഫാമിലിയെ വിളിച്ചിട്ട് ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ അവർക്ക് നമ്മളാണ് അറിയിക്കുന്നത്. സോ ഇവിടെ ഇതിൽ എന്താണ് ബേസിക്കലി ഫസ്റ്റ് ആ ടെസ്റ്റ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? ബിക്കോസ് ഒരു ജനറ്റിക് റിപ്പോർട്ട് കാണുമ്പോൾ ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് മാത്രം ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾ ആരെങ്കിലും ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ യു വുഡ് ഹാവ് സീൻ നോബഡി യൂസസ് ദ വേർഡ് പോസിറ്റീവ് നെഗറ്റീവ് ആക്ച്വലി. ഓക്കെ, സോ ഇതിനകത്തുള്ള സയന്റിഫിക് ടേംസ്, അതിന്റെ മീനിങ് എന്താണ് ഇത് ആക്ച്വലി പറയുന്നത്, ഈ ഇന്റർപ്രിട്ടേഷൻ എന്റെ ഹിസ്റ്ററിയിൽ എത്രത്തോളം ഇത് റെലവെന്റ് ആണ്, എന്റെ ഫാമിലിന് ഇത് എത്ര ഇംപ്ലിക്കേഷൻസ് ആണ്, ഇൻഹെറിറ്റൻസ് പാറ്റേൺ. ഇപ്പോൾ ഇൻ കേസ് പേരൻസ് വരുവാണെങ്കിൽ മാഡം ഇത് ഞങ്ങൾ ഫസ്റ്റ് കുട്ടിക്കാണ്, ഞങ്ങൾ വീണ്ടും ഇൻ കേസ് വി ആർ പ്ലാനിങ് ദ സെക്കൻഡ് പ്രഗ്നൻസി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു അഡൾട്ട് കണ്ടീഷൻ ആണെങ്കിൽ ഇത് എനിക്ക് ഇങ്ങനെ ഐ ഹാവ് എ എന്താ പറയാ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, ബ്ലൈൻഡ്നെസ് ആണ്, ഇത് എന്റെ കുട്ടികൾക്ക് പോകുമോ, എന്ത് ചെയ്യാൻ പറ്റും? സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം ആ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, കീപ്പിംഗ് ഇൻ മൈൻഡ് ബോത്ത് ദ പ്രീ ടെസ്റ്റിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ ചില പ്രാവശ്യം യെസ്, ഇപ്പൊ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ വെരി ഒരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്.
ബട്ട് പല പ്രാവശ്യം പ്രീ ടെസ്റ്റിന് വരാറില്ല. മെനി ടൈംസ്, എസ്പെഷ്യലി ഞങ്ങളുടെ, ബിക്കോസ് ഐ വർക്ക് ഇൻ ദ കമ്പനി. ഇപ്പോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെന്റ്. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോൾ യെസ്, ഐ ഹാവ് ഡൺ ബോത്ത് പ്രീ ആൻഡ് പോസ്റ്റ്. ഇറ്റ്സ് ദ വെരി ഐഡിയൽ സിറ്റുവേഷൻ. ഐ എം ഓൾസോ വെരി ഹാപ്പി, ഫാമിലിയും വളരെ ഹാപ്പിയാണ് ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് അവർ ഉള്ളത്. ബട്ട് ഇൻ മെനി കേസസ് വാട്ട് ഹാപ്പൻസ്, ടെസ്റ്റ് ഡോക്ടർ വെറുതെ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ചിലപ്പോ ദേ കം ടു us, മാം ഞങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ ടെസ്റ്റിലൊന്നും ഇല്ല, റിസൾട്ട് ഒന്നും കിട്ടിയില്ല, ഇതിനകത്ത് എന്തോ പോസിറ്റീവ് വന്നിട്ടുണ്ടല്ലോ. എസ്പെഷ്യലി ഓഫ് കോഴ്സ് ഞങ്ങളുടെ കമ്പനി വരുമ്പോൾ വി യൂസ് കളേഴ്സ് ഓൾസോ, റെഡും ഗ്രീനും ഇങ്ങനെ ബ്ലൂ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തോ എഴുതിയിട്ടുണ്ട് മാഡം എന്നൊക്കെ ദേ വിൽ ആസ്ക്. ഞങ്ങൾക്ക് ഞങ്ങൾ ഡയറക്ട്ലി ഫോൺ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെയിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ത്രൂ വരാറുണ്ട്. സോ sometimes or many a times post test counseling directly വരും. ഈവൻ ദെൻ അങ്ങനെ വന്നാലും ഞങ്ങൾ ഫസ്റ്റ് പ്രീ ടെസ്റ്റിൽ പറയുന്നതെല്ലാം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് വി ഗോ ടു പോസ്റ്റ് ടെസ്റ്റ് കൗൺസിലിംഗ്. ഓക്കെ, സോ ദിസ് വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഇവിടെ ഐ വോണ്ട് ടു വെരി ക്ലിയർലി, ഇപ്പൊ നിങ്ങൾക്കാണ് ഞാൻ ആക്ച്വലി പുട്ട് ദിസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് 2 types ഓഫ് ഇൻഹെറിറ്റൻസ്. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് ഒരു എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ ക്രോമോസോംസ് കണ്ടപ്പോൾ നമ്മൾ എന്താ കണ്ടു, എല്ലാ ക്രോമോസോംസ് നമ്മൾ ജോഡിയായിട്ടുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. സോ ഇഫ് യു സീ ആ ഒരു ജോഡി വെച്ചാൽ ഓരോ ജീനിന്റെയും നമുക്ക് 2 കോപ്പീസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, സോ ചില ജീൻസ്, അപ്പൊ നമുക്ക് എത്ര ജീൻസ് ആ ഉള്ളത്, എനിബഡി അപ്രോക്സിമേറ്റ്ലി അറിയാമോ? നമ്മുടെ ഓരോ സെല്ലിനകത്ത് എത്ര ജീൻസ് ഉണ്ടെന്ന് അറിയാമോ? ആരെങ്കിലും ഒരു ഗസ്, വൈൽഡ് ഗസ്? ഓക്കെ, നമുക്കൊരു 20 to 25,000 ജീൻസ് ആണ് ഓരോ സെല്ലിനകത്തുള്ളത്. അപ്പോ ഓൾമോസ്റ്റ് ഓൾ ജീൻസ് നമുക്ക് ഓക്കെ, സോ അങ്ങനെ നമുക്ക് 2 കോപ്പീസ് ഉള്ളപ്പോ ചില ജീൻസ്, ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ജീൻസിനെ 2 ബ്രോഡ് കാറ്റഗറീസ് ആയിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്യും. ചില ജീൻസ് എങ്ങനെ വെച്ചാൽ ഈ 2 കോപ്പീസിൽ ഒരു കോപ്പിയിലെ പ്രശ്നം ഉണ്ടായിട്ട് ഈ കോപ്പി ജോലി ചെയ്യാതെ, മീനിങ് ദിസ് ജീൻ ഈസ് നോട്ട് വർക്കിംഗ്. ഈ കോപ്പി ഒരേ ജീനിന്റെ 2 കോപ്പിയാണ്, ഒരു വേരിയേഷൻ, ഒരു മാറ്റം ഉള്ളത് കൊണ്ട് ഇത് ജോലി ചെയ്യുന്നില്ല. ഒരെണ്ണം മാത്രമേ ഇറ്റ് ഇസ് വർക്കിംഗ് വെരി വെൽ. എന്നാലും നമുക്ക് അസുഖം വരും. മാഡം ഒരു നല്ല കോപ്പി ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ വെച്ചാൽ ഇല്ല, നമ്മുടെ ശരീരത്തിന് 2ഉം വേണം. ഓക്കെ, അങ്ങനെ 2 കോപ്പീസിൽ ഒരു കോപ്പിയിലെ പ്രശ്നം ഉള്ളപ്പോ നമുക്ക് വരുന്ന അസുഖത്തിൽ ഞങ്ങൾ ഡോമിനന്റ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡോമിനന്റ് ഡിസോർഡേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഇതേ ഒരു കോപ്പി നമ്മുടെ കുട്ടികൾക്ക് പോവുകയാണെങ്കിൽ they will also show symptoms. ഓക്കെ, സോ അപ്പോ നമുക്ക് നമ്മളെ ഇന്ന് 2 കോപ്പീസ് നമ്മുടെ കുട്ടികൾക്ക് പോവില്ലേ? ഇല്ലല്ലോ. അപ്പൊ നമുക്കുള്ള 2 കോപ്പീസ് എവിടെ നിന്നാണ് മാഡം വന്നത്? ഒരു കോപ്പി അച്ഛനിൽ നിന്നാണ് വന്നത്, ഒരു കോപ്പി അമ്മയിൽ നിന്നാണ് വന്നത്. അപ്പൊ നമ്മുടെ അച്ഛനമ്മമാർക്കും അവർക്ക് 2 കോപ്പീസ് ഉണ്ട് എല്ലാ ജീൻസിന്റെ. ഓക്കെ, സോ മീനിങ് നമുക്ക് വന്നത് 50% ആണ്, അമ്മയിൽ നിന്ന് 50% ആണ്, അച്ഛനിൽ നിന്ന് 50% ആണ്. നമ്മൾ ഇന്നും പോകുന്നത് 50-50 ആണ്. പക്ഷെ ഏത് 50 ആണ് പോകുന്നത്, ഏത് കോപ്പിയാണ് പോകുന്നത് നമുക്കറിയത്തില്ല, നമ്മുടെ കയ്യിലില്ല. ഓക്കെ, സോ നമുക്കുള്ള ഈ ഡിഫക്റ്റീവ് കോപ്പി അല്ലെങ്കിൽ വേരിയേഷൻ ഉള്ള കോപ്പി പോയാൽ then the baby will show symptoms. ഈ നല്ല കോപ്പി പോയാൽ then baby will not show symptoms. So ഈ ഒരു ഡോമിനന്റ് ജീൻസ് അല്ലെങ്കിൽ ഡോമിനന്റ് കണ്ടീഷൻസിൽ നമുക്ക് റിസ്ക് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ we call it as 50% റിസ്ക് എന്ന് നമ്മൾ പറയും. ഓക്കെ, ബേസിക് ഇതൊന്ന്. ഓക്കെ, പിന്നെ സെക്കൻഡ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറയും, നിങ്ങളുടെ റിപ്പോർട്ട്സിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, റിസെസീവ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. റിസെസീവ് കണ്ടീഷൻസ് വെച്ചാൽ എന്താണ്? 2 കോപ്പീസിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അസുഖം വരും. 2ഉം ജോലി ചെയ്യാതെ ഇരിക്കുമ്പോഴാണ്, മീനിങ് 2 കോപ്പീസ് ആർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ, അങ്ങനെ ഉള്ളപ്പോ നമുക്ക് ആസ് എ ജെനറ്റിസിസ്റ്റ് ഞങ്ങൾ എന്ത് വിചാരിക്കും? ഞങ്ങളുടെ ഫസ്റ്റ് വി നോ ദാറ്റ് ഇഫ് ബോത്ത് കോപ്പീസ് ആർ നോട്ട് വർക്കിംഗ്, അപ്പോ വി സേ ദാറ്റ് ഇൻ ദ പേരൻസ് ഓരോ കോപ്പിയിലും പ്രശ്നമായിരിക്കാം. ഓക്കെ, സോ റിസെസീവ് ജീൻസ് എങ്ങനെ വെച്ചാല് ഒരു നല്ല കോപ്പി ഉണ്ടാവും, ഒരു ഡിഫക്റ്റീവ് കോപ്പി ഉണ്ടാവും. ബട്ട് ഈ ആൾക്കാര് അവര് നോർമൽ ആണ്. ഓക്കെ, അവര് സിംറ്റംസ് കാണിക്കത്തില്ല. അപ്പോ ഈ ജീൻസ് എങ്ങനെ വെച്ചാല് ഒരു നല്ല കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം, അത് മതി. അപ്പോ നമുക്ക് എത്ര വയസ്സായാലും വേറെ ഏതൊരു അസുഖം വന്നാലും നമുക്ക് ഈ ഒരു ഡിഫക്റ്റീവ് കോപ്പി കൊണ്ട് നമുക്ക് അസുഖം വരൂല. ഓക്കെ, ഫൈൻ.
സോ വി ഹാവ് വൺ ഗുഡ് കോപ്പി. അങ്ങനെ ഒരു നല്ല കോപ്പി, ഒരു ഡിഫക്റ്റീവ് കോപ്പി ഉണ്ടായിട്ട് നോർമൽ ആയിട്ടുള്ള ആൾക്കാര് ജനറ്റിക്സിൽ ഞങ്ങൾ കാരിയേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ വാഹകരാണ്. ഓക്കെ, ഇപ്പോ എല്ലാവരും കാരിയേഴ്സ് ആണ്, ഓൾ ഓഫ് us. ഓക്കെ, മിനിമം ഒന്നിന്ന് ഒരു 3 അല്ലെങ്കിൽ 5 ജീൻസ്, ഈവൻ 10 ജീൻസിൽ ഒരു കോപ്പി ജോലി ചെയ്യാതെ നമ്മളിൽ ഉണ്ടാവും. ഓക്കെ, സോ യു ജസ്റ്റ് ക്ലോസ് എ കൺമൂടി ഏതെങ്കിലും ഒരാളെ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് മാഡം ഇവരെ ടെസ്റ്റ് ചെയ്യും മാഡം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും അയാൾ ഇത് കാരിയർ എന്ന് നമ്മൾ പറയും. ഓക്കെ, സോ കാരിയേഴ്സ് ആവുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എപ്പോഴാണ് നമുക്ക് വി സേ ദാറ്റ് ദർ കുഡ് ബി എ പ്രോബ്ലം? അപ്പൊ ഇതേ ഡിഫക്റ്റീവ് കോപ്പി കുഞ്ഞിന് പോയാലും പ്രശ്നമില്ല. പ്രശ്നം എപ്പോഴാണ് വരുന്നത്? ഇഫ് ഈ കാരിയറും അവരാണ് എഗ് ആൻഡ് സ്പേം ഡോണർ, അല്ലെങ്കിൽ ബയോളജിക്കൽ പേരൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, മദർ ആൻഡ് ഫാദർ ആണെങ്കിൽ. ഓക്കെ, അപ്പോ ഒരു ഫീമെയിൽ പാർട്ട്ണറിന് ഒരു നല്ല കോപ്പി ഉണ്ട്, ഒരു ഡിഫക്റ്റീവ് കോപ്പി ഉണ്ട്. മെയിൽ പാർട്ട്ണറിനും അതേ ആണ് പ്രശ്നം. ഇതിനകത്ത് മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ, ബട്ട് വൺ ഗുഡ് ആൻഡ് വൺ ഡിഫക്റ്റീവ് കോപ്പി. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് എന്താ പറഞ്ഞത്? നമ്മളിന്ന് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ പേരൻസിന് കുട്ടികൾക്ക് പോകുന്നത് ഒരു കോപ്പി മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, സോ ഫീമെയിൽ ഇന്ന് നല്ല കോപ്പി, മെയിൽ ഇന്നും നല്ല കോപ്പി പോവുകയാണെങ്കിൽ രണ്ടും നല്ല കോപ്പി ആയിരിക്കും, അല്ലെ? എങ്ങനെ? ഇങ്ങനെ രണ്ടും നല്ല കോപ്പിയാണ്. ഓക്കെ, സോ ദ ചൈൽഡ് വിൽ നോട്ട് ഷോ എനി സിംറ്റംസ്. ഓക്കെ, മദർ ഇന്ന് ഗുഡ് കോപ്പി, ഫാദർ ഇന്ന് ബാഡ് കോപ്പി പോയാൽ എങ്ങനെയാവും? കുഴപ്പമില്ല. ഗുഡ് ആൻഡ് ബാഡ് രണ്ടും ചേർന്നാലും നമുക്ക് കാരിയർ ആണ്, ഒരു നല്ല കോപ്പി ഉണ്ടല്ലോ. അല്ലെങ്കിൽ മദർ ഇൻ ബാഡ് കോപ്പി, ഫാദർ ഇൻ ഗുഡ് കോപ്പി പോയാലും നമുക്ക് കുഴപ്പമില്ല. എപ്പോഴാണ് ചിൽഡ്രൻ വിൽ ഷോ സിംറ്റംസ്? ബൈ ചാൻസ് ഈ കോപ്പിയും രണ്ടും അമ്മയും അച്ഛനിന്നും പോയത് ഈ ഡിഫക്റ്റീവ് കോപ്പി ആണെങ്കിൽ ദെൻ ദ ചൈൽഡ് വിൽ ഹാവ് ബോത്ത് ഡിഫക്റ്റീവ് കോപ്പീസ്. അപ്പോഴാണ് ആ ജീനിന്റെ ജോലി ബോഡിയിൽ നടക്കുന്നില്ല. അപ്പൊ ആ ജീനിന്റെ ഒരു ഫങ്ഷൻ അനുസരിച്ചാണ് നമ്മൾ സിംറ്റംസ് കാണിക്കുന്നത്. സോ ബോത്ത് അത് ഡോമിനന്റ് ആണെങ്കിലും റിസസീവ് ആണെങ്കിലും എവിടെയാണ് ആ ജീനിന്റെ ഫങ്ഷൻ? സോ അത് കണ്ണിന്റെ കാഴ്ചയ്ക്ക് ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ കേൾവിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കിന്നിന്റെ ഫങ്ഷൻ ആയിരിക്കാം, മസിലിന്റെ ഫങ്ഷൻ ആയിരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ, അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ ആയിരിക്കാം. സോ ബേസ്ഡ് അപ്പോൺ വേർ ദ ജീൻ ഓർ വാട്ട് ഇസ് ദ ഫങ്ഷൻ ഓഫ് ദ ജീൻ, അതനുസരിച്ച് ദ ചൈൽഡ് ഓർ ദി അഡൾട്ട് വിൽ ഷോ സിംറ്റംസ്. സോ ദിസ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഒരു കോപ്പിയിലെ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ വി യൂസ് ദ ടേം ഹെട്രോസൈഗസ്. ആരെങ്കിലും ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ ആ വേരിയേഷൻ ഒരു ടെർമിനോളജി യൂസ് ചെയ്ത് കാണും. ഈ ഡോമിനന്റ് ആൻഡ് റിസസീവിന്റെ കൂടെ ഹെട്രോസൈഗസ്, ഹോമോസൈഗസ് എന്ന് പറഞ്ഞ രണ്ട് ടേംസ് യൂസ് ചെയ്ത് കാണും. ഇതാണ് നമ്മൾ ജനറ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഒരു കോപ്പിയിലെ വേരിയേഷൻ ഉള്ളപ്പോൾ ഹെട്രോസൈഗസ് ആണ്, രണ്ട് കോപ്പീസിലും വേരിയേഷൻ ഉള്ളപ്പോൾ ഹോമോസൈഗസ് എന്ന് പറയും. Okay, so you need not remember all of this, but just as of now idonnu arni vechirnal kuഴപ്പമില്ല. Okay, so who should see a genetic counselor, or of course doctors know when to refer to a genetic counselor? സാധാരണ ഒരു couple if they are planning a pregnancy, then we say consanguineous couples enchal aarana സ്വന്തത്തിലെ കല്യാണം കഴിച്ച couples ആണെങ്കിൽ yes, we'll ask them to go see a genetic counselor. ആർക്കെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഓഫ് ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ജനറ്റിക് കൗൺസിലറിനെ കാണുക. See, ഇത് ഐ എം നോട്ട് ടെല്ലിംഗ് വെൻ ടു ടെസ്റ്റ്. ഓക്കെ, ഇവിടെ ജനറ്റിക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല കേട്ടോ. ജനറ്റിക് കൗൺസിലറിനെ എപ്പോഴാ കാണുന്നത്? ഓക്കെ, ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ ഇസ് ദ സെക്കൻഡറി. ഫസ്റ്റ് ഓഫ് ഓൾ കൗൺസിലറിനെ കാണുന്നത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളപ്പോ, അല്ലെങ്കിൽ ചിലപ്പോൾ റിക്കറന്റ് പ്രഗ്നൻസി ലോസ്, ഇൻഫെർട്ടിലിറ്റി, അല്ലെങ്കിൽ ഏർലി ന്യൂനേറ്റൽ ഡെത്ത്സ് ചിലപ്പോൾ ഫാമിലിയിലുള്ളപ്പോൾ അങ്ങനെ ജനറ്റിക് കൗൺസിലറിനെ കാണുക. അല്ലെങ്കിൽ ഇൻ പ്രഗ്നൻസി, so mother's age more than 35, almost between 35-40 അങ്ങനെ ഉള്ളപ്പോൾ again genetic counseling is advised. അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ വേരിയേഷൻസിൽ കാണുമ്പോൾ ചിലപ്പോൾ പിന്നെ വി ഡു സർട്ടൻ ജനറ്റിക് ടെസ്റ്റ്. ചില ടെസ്റ്റ് ജനറ്റിക് അല്ല, ചില ടെസ്റ്റ് ചെയ്യാറുണ്ട് പ്രഗ്നൻസിയിൽ. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ജനറ്റിക് കൗൺസിലിട്ട് സംസാരിക്കാൻ പറയും. അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു ജനറ്റിക് കണ്ടീഷൻ ഉണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ പ്രഗ്നൻസിയിലെ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഫസ്റ്റ് പറയും, നിങ്ങളുടെ റിപ്പോർട്ട് എല്ലാം കൊണ്ടുപോയാലും they will say that go talk to a genetic counselor. പിന്നെ കുഞ്ഞുങ്ങളിൽ എപ്പോഴാണ് ഇഫ് വി സി എനി കോൺജനൈറ്റൽ അനോമലീസ്, ഡിസ്മോർഫിക് ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിലേ, വളർച്ചയിൽ നമുക്ക് കുറച്ച് ഡിലേ ആണുള്ളത്, പഠിക്കാനും പിന്നെ സംസാരിക്കാനുള്ളത് കുറച്ച് ഡിലേ ആണെങ്കിൽ ഒന്ന് ജനറ്റിക് കൗൺസിലറിനെ കാണുക എന്ന് പറയും.
അഡൾട്ട്സ് ആണെങ്കിൽ ഒന്ന് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യെസ് അവർ തന്നെ ദേ ക്യാൻ ബി പേഷ്യൻസ്, അല്ലെങ്കിൽ അഡൾട്ട്സ് നോർമൽ അഡൾട്ട്സ് ആയാലും കാരിയർ ടെസ്റ്റിംഗ് മീനിങ് ഞങ്ങൾ വാഹകരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രെഡിക്റ്റീവ് ടെസ്റ്റിംഗ് എനിക്ക് ചില കണ്ടീഷൻസ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ നമ്മൾ അഡൾട്ട്സിന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അഗെയിൻ അഡൾട്ട്സിന് യൂഷ്വലി ടെസ്റ്റ് ചെയ്യുന്നത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഒക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അതിന് ജനറ്റിക് കൗൺസിലിങ്ങും ടെസ്റ്റിങ്ങും ചിലപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, so usually we recommend a couple to be part of a genetic counseling session. പല പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, there are certain issues. മാഡം ഫസ്റ്റ് അമ്മേനെ ടെസ്റ്റ് ചെയ്യണോ, അമ്മ അച്ഛന്റെ എത്രയാണ് പെർസെന്റേജ് കോൺട്രിബ്യൂഷൻ, ഞാനാണോ കൂടുതൽ അല്ലെങ്കിൽ മദർ ആണോ ഫാദർ ആണോ കൂടുതൽ. പിന്നെ ചിലപ്പോ ഫാമിലി ഹിസ്റ്ററി പീപ്പിൾ ആസ്ക് മാഡം അച്ഛന്റെ സൈഡിന്റെ ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടന്റ് ആണോ, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ദീസ് ആർ സർട്ടൻ ക്വസ്റ്റ്യൻസ് ദാറ്റ് we try to address during the session. I have also given certain other questions, നമുക്ക് അതിന് വരാം. ഓക്കെ, പിന്നെ ഈ ഒരു ടൈമില് the other point that I want to say, ഇതുവരെ നമ്മൾ സംസാരിച്ചതെല്ലാം ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ കോസിറ്റീവ് മീനിങ് ഞാൻ പറഞ്ഞു, ക്രോമോസോമൽ DNA മീനിങ് ഇതിനകത്ത് പ്രശ്നമുണ്ട്, പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഒരു ജനറ്റിക് അസുഖം വരുന്നത്. പക്ഷെ ജനറ്റിക്സ് അത്ര ഒരു എന്താ പറയാ സ്ട്രേറ്റ് ഫോർവേഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേട്ടോ. ഓക്കെ, കോസിറ്റീവ് ജീൻസ് ഉണ്ട്, ഞങ്ങൾ സസെപ്റ്റബിൾ ജീൻസ് എന്നൊക്കെ പറയും. മീനിങ് സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാതെ കോംപ്ലെക്സ് ഡിസോർഡേഴ്സും ഉണ്ട്. മീനിങ് ഈ അസുഖങ്ങൾ എങ്ങനെ വെച്ചാൽ ഒരു ജീൻ കൊണ്ട് വരത്തില്ല, പല ജീൻസിലെ പല മാറ്റങ്ങൾ കൊണ്ടാണ്, അതിന്റെ കൂടെ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എല്ലാം ചേർത്താണ് ഒരു കണ്ടീഷൻ വരുന്നത്. ഇതിന് വളരെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് നമ്മൾ പറയും. ഹൈ റിസ്ക് ഫോർ ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്സും പിന്നെ ഇങ്ങനെ വരുന്ന ഏത് നോട്ട് ഫോർ യങ് ചിൽഡ്രൻ അഗെയിൻ, ഓക്കെ, ഓൾഡർ പീപ്പിൾ. ഓക്കെ, സോ അതിന് വെച്ചിട്ട് പിന്നെ ഡയബറ്റീസ് നമുക്ക് അഗെയിൻ യങ് ഓൺസെറ്റ് ഡയബറ്റീസ് അല്ല, പല കുഞ്ഞുങ്ങൾക്കും അഡോളസെന്റ്സിനും ഡയബറ്റീസ് വരാറുണ്ട്. നോട്ട് ദാറ്റ് ആഫ്റ്റർ ഏജ് ഓഫ് 40-50 ഡയബറ്റീസ് വരുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഒരൊറ്റ ജീനിലെ പ്രശ്നം കൊണ്ടല്ല അത് വരുന്നത്, പല ജീൻസ് മീനിങ് അതിന് ജനറ്റിക് ഫാക്ടറും ഉണ്ട്, എൻവയൺമെന്റൽ ഫാക്ടർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫാക്ടറും ഉണ്ട്. സോ ഇതിന് ഞങ്ങൾ സസെപ്റ്റബിൾ കണ്ടീഷൻസ് ഓർ സസെപ്റ്റബിലിറ്റി ജീൻസ് എന്നൊക്കെ പറയും. സോ നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് പ്യൂർ ജനറ്റിക് ഡിസോർഡേഴ്സ്. ഇപ്പൊ ഒരു മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ ഒരു DMD എന്ന് പറയാം, അല്ലെങ്കിൽ SMA എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ ഇങ്ങനെ പറയുമ്പോൾ മീനിങ് ഈ ജീൻ ഒരൊറ്റ ജീൻ ജോലി ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു കണ്ടീഷൻ ഉള്ളതെന്ന് നമ്മൾ പറയും. സസെപ്റ്റബിലിറ്റി അങ്ങനെയല്ല, പല വേരിയേഷൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു ജനറ്റിക് വരാനുള്ള സാധ്യതയുണ്ട്, ഇൻക്രീസ് ദ ചാൻസ് ഓർ ലൈക്ലിഹുഡ് എന്നൊക്കെ പറയും. ഓക്കെ, ദിസ് ഓൾസോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. പലതും ഇപ്പോൾ ഡയബറ്റീസ് അങ്ങനെയുണ്ട്. പിന്നെ ചിലർ വരാറുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ, വിറ്റിലിഗോ വി ഹാവ് ഹേർഡ്, സ്കിന്നിന്റെ നമുക്ക് കളർ ചേഞ്ച് ആയിട്ട് അത് വെളുക്കും, റൈറ്റ്? സോ ദാറ്റ് ചിലപ്പോൾ ഫാമിലി ഹിസ്റ്ററി അത് കാണാറുണ്ട്. വി നോ ദാറ്റ് ചിലപ്പോൾ അത് ജനറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ പലരും അത് ജനറ്റിക് ആണെന്ന് പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ അത് ഏത് ജീനിലെ പ്രശ്നമാണ്, ഒരു ജീനിലാണോ പല ജീൻസിന്റെ വേരിയേഷൻസ് കൊണ്ടാണ് വരുന്നതും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. മീനിങ് എല്ലാ ജനറ്റിക് അസുഖങ്ങളെ കുറിച്ച് വി ഡു നോട്ട് നോ എവറിത്തിങ്. ഓക്കെ, അതും നമുക്ക് മനസ്സിലാക്കണം. സോ ദീസ് തിങ്സ് വി ടെൽ ടു ദ പേഷ്യന്റ് ഓർ ദ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ വൈ ഐ എം ടെലിംഗ് ദിസ്, എന്തിനാണ് ഇത് പറയുന്നത് വെച്ചാൽ ഫെമിലിയൽ ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ ഓഫർ ചെയ്യാറില്ല. പല പ്രാവശ്യം ആൾക്കാർ വരാറുണ്ട്, മാഡം ഇത് നമ്മുടെ ഫാമിലിയിലുണ്ട്, യു പ്ലീസ് ഡു ദ ടെസ്റ്റ്. ബട്ട് നമുക്കറിയാം ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആർക്കും അത് ഒരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയില്ല, ബിക്കോസ് നമുക്കത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ വി സേ ദാറ്റ് പ്ലീസ് ഡോണ്ട് ഡു എ ടെസ്റ്റ് നൗ. ഓക്കെ, ഗെറ്റ് ബാക്ക് ടു മീ, എനിക്ക് യു ക്യാൻ കം ബാക്ക് ടു മീ ആഫ്റ്റർ 1 or 2 years. സോ അതാണ് ജനറ്റിക് കൗൺസിലിംഗ് നമ്മൾ പറയുന്നത്. നമ്മുടെ അറിവില് കണ്ടുപിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ എന്തിനാണ് നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്? ടു പ്രൊവൈഡ് എൻ അക്യുറേറ്റ് ഡയഗ്നോസിസ്. ഓക്കെ, അൺനെസസറി അൺവാണ്ടഡ് ടെസ്റ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു തെറപ്യൂട്ടിക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ സൂട്ടബിൾ തെറപ്യൂട്ടിക് ഓപ്ഷൻ ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ അത് പ്രിവെൻഷന് വേണ്ടിയിട്ടായിരിക്കാം, മാനേജ്മെന്റിനായിരിക്കാം, ട്രീറ്റ്മെന്റിനും ആയിരിക്കാം. പിന്നെ ചില അസുഖങ്ങളാണെങ്കിൽ ഏത് മെഡിക്കേഷൻസ് ആണ് എഫക്റ്റീവ് ആയിരിക്കുമെന്ന് പല പ്രാവശ്യം ന്യൂറോളജിയിലെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് വിൽ ബി വെരി വെരി ഹെൽപ്ഫുൾ ഫോർ ദ ഡോക്ടേഴ്സ്.
and to give more accurate prognosis. Prognosis എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ അസുഖങ്ങളും ഒരേപോലെ അത് എന്താ പറയാ പ്രോഗ്രസ് ആവത്തില്ല. ഓക്കെ, ചിലപ്പോ ഇതുണ്ട് ഇങ്ങനെ, അത്രേ ഉള്ളൂ. ഇനി മാഡം ഇത് ഇങ്ങനെ സിവിയർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവോ, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ഇഫ് ഐ ഗോ ഫോർ സ്പീച്ച് തെറപ്പി, സ്പീച്ച് എന്തായാലും വരുമോ? അറ്റ്ലീസ്റ്റ് ഇപ്പോ എന്റെ മോന് 5 years ആണ്, 10-15 വയസ്സാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ, സോ സംടൈംസ് വി വിൽ ബി ഏബിൾ ടു ഗിവ് ദം എ പ്രോഗ്നോസിസ്. ഓക്കെ, പിന്നെ വാട്ട് ഇസ് ദ റിസ്ക് ഓഫ് മ്യൂട്ടേഷൻസ് ദാറ്റ് ക്യാൻ ബി പാസ്ഡ് ഓൺ. പിന്നെ ഇൻഫോംഡ് ഡിസിഷൻസ്, മീനിങ് യെസ്, ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിസിഷൻ, ഈ ഒരു റിസൾട്ട് എനിക്ക് വരുമ്പോ ഇതാണ് എനിക്ക് ചെയ്യണം, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യും എന്നൊരു അറിവോടെ ഒരു ജനറ്റിക് ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ഹെൽപ്ഫുൾ ആവും. അറിയാതെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് വേറെയാണ്, എല്ലാം അറിഞ്ഞിട്ട് മനസ്സിലാക്കി ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് നമ്മൾ ഇൻഫോംഡ് ഡിസിഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. Okay, and sometimes yes, it will also help to change the lifestyle, reduce the risk of getting a disease or improve the quality of life. So this is how genetic testing would help. So genetic counselor എന്ന് നമ്മൾ പറയുന്നത്, നമ്മുടെ information technology is growing very fast. Okay, and it is directly affecting the people, both of the patients and even family members. ബട്ട് അതിന്റെ ഇടയ്ക്ക് ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, ഡോക്ടേഴ്സ് ഇമ്മീഡിയറ്റ്ലി വരുന്നു, അവർ ടെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ബട്ട് ഈ ഇടയ്ക്ക് ഇതിന് ആ ഒരു ടെക്നോളജിയുടെ കൂടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പേഷ്യൻസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ജനറ്റിക് കൗൺസിലർ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തിനാണ് ഒരു ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഏത് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ആൻസർ കിട്ടാത്തത്, അതുകൊണ്ട് എപ്പോഴാണ് എനിക്ക് ഐ ക്യാൻ ഗെറ്റ് ബാക്ക്, വീണ്ടും എനിക്ക് ഒരു ടെസ്റ്റ് ചെയ്യണോ. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അഡ്രസ് ചെയ്യുന്നത് ജനറ്റിക് കൗൺസിലിംഗ് സെഷനിലായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ വെച്ചത്, വിച്ച് വേർ അഗെയിൻ കോമൺ ആയിട്ട് ഞങ്ങൾ കേട്ടത്. സോ മാഡം, ഐ എം പ്ലാനിങ് ടു മാരി മൈ കസിൻ. ഓക്കെ, എന്റെ ഫസ്റ്റ് കസിൻ. അപ്പോ മുറച്ചെറുക്കൻ മുറപ്പെണ്ണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോ യെസ്, സൗത്ത് ഇന്ത്യ ആണെങ്കിൽ മാമനെയും കല്യാണം കഴിക്കാറുണ്ട്, തമിഴ്നാട്, ഈവൻ ഇൻ ആന്ധ്ര, കർണാടക, റൈറ്റ്? സോ അങ്ങനെ അപ്പോൾ നമുക്ക് റിസ്ക് ഉണ്ടോ? പിന്നെ ഇവിടെ ചോദിക്കുന്നത്, പീപ്പിൾ വിൽ സേ മാഡം, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലല്ല, ഞങ്ങൾ ലവ് മാരേജ് ആണ്, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്, ആ കുട്ടി ഷീസ് ഫ്രം കൊൽക്കത്ത. ഈവൻ ദെൻ നമ്മൾ ഹൗ ക്യാൻ വി ബി കാരിയേഴ്സ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാരിയേഴ്സ് ആകാൻ പറ്റുമോ? സോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ യെസ്, ഡെഫിനറ്റ്ലി വി ഡെൻ. അപ്പൊ നമ്മൾ വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ഫാമിലി, ഞങ്ങൾക്കൊരു ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല, ബട്ട് ഞങ്ങൾക്കൊരു ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാമോ? ഈസ് എനി ടെസ്റ്റ് അവൈലബിൾ ഫസ്റ്റ് ഓഫ് ഓൾ? സോ ഈ ക്വസ്റ്റ്യൻസ്. പിന്നെ കൺസെപ്ഷന് പ്രശ്നമുള്ളപ്പോ ഡെഫിനറ്റ്ലി ജനറ്റിക് ആണെങ്കിൽ മാത്രമേ ആണോ പ്രശ്നങ്ങൾ വരുന്നത്? അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്ക് ജനറ്റിക്സ് ആണോ ആൻസർ എന്നാണ് വരും. പിന്നെ മിസ്കാരേജസ് ഉണ്ടെങ്കിൽ വാട്ട് ആർ ദി ചാൻസസ്? ഓക്കെ, പിന്നെ അഗെയിൻ ഇൻ പ്രഗ്നൻസി ദർ ആർ ക്വസ്റ്റ്യൻസ് വി ക്യാൻ കം. ദെൻ പേരൻസ് ആസ്കേഴ്സ്, ഒരു കൊച്ചിനുള്ളപ്പോൾ നമുക്ക് അടുത്ത പ്രഗ്നൻസിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, then in certain adults come to us. എനിക്കിപ്പോ 27 years ആണ്, എനിക്ക് ഒരു ചെറിയ വീക്ക്നെസ് കൊണ്ട് when I have gone to the doctor, ഇത് ജനറ്റിക് കണ്ടീഷൻ എന്നൊക്കെ പറയും. ബട്ട് സാധാരണ ജനറ്റിക് എന്ന് വെച്ചാൽ പ്രഗ്നൻസിയിലല്ലേ കാണാറുള്ളത്, അല്ലെങ്കിൽ കോൺജനൈറ്റൽ കണ്ടീഷൻസ് ആണല്ലേ, ജനിച്ച ഉടനെ കാണുന്നതാണ് ജനിതകമായി വരുന്ന അസുഖങ്ങൾ. അപ്പൊ എനിക്ക് ഇപ്പോഴാണല്ലേ വന്നത്, 27-30 yearsൽ വന്നു, അതിപ്പോ എങ്ങനെ ജനറ്റിക് ആയിരിക്കാം? അപ്പോ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു 5 years ബാക്ക് ഞാൻ കോളേജിൽ ട്രിപ്പിൽ പോയിരുന്നു, അതുകൊണ്ടാണോ, ആ സമയത്താണോ ജനറ്റിക് മാറ്റം നടന്നത്? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ യെസ്, വി ആൻസർ ദം. സോ അഗെയിൻ ഫാമിലി ഹിസ്റ്ററി ഉള്ളപ്പോ അമ്മയോ അച്ഛനോ ബ്രസ്റ്റ് ക്യാൻസർ, കൊലോൺ ക്യാൻസർ ഒക്കെ ഉണ്ടാവും. സോ എനിക്കും അല്ലെങ്കിൽ കസിൻസിന് വരാമോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. പിന്നെ അഗെയിൻ ഒബീസിറ്റി, നമ്മുടെ ഫാമിലിയിൽ ഹാർട്ട് ഡിസീസ് ഉണ്ട് മാഡം, എല്ലാവരും മിക്കവാറും അവരൊക്കെ കുറച്ച് എന്താ പറയാ ഇങ്ങനെ സ്റ്റെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചില തെറപ്പിയാണ് അവര് ഡോക്ടർ അവർക്ക് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ എന്തെങ്കിലും ജനറ്റിക് ടെസ്റ്റ് ഉണ്ടോ, റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമോ എന്നൊക്കെ വരും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതല്ലാതെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, so all of these questions and many more is something that we address during counseling. Appo counseling it is not only about genetics and disorders. There are many as and when ഞങ്ങൾ ഒരു ഫാമിലിയുടെ കൂടെ സംസാരിക്കുമ്പോൾ മാഡം എനിക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ട്, ഇറ്റ് മേ ബി വെരി ഫൂളിഷ്, ഞാൻ ചോദിക്കട്ടെ എന്ന്, അങ്ങനെ ഒരു അവര് ഫൂളിഷ് ആയിട്ട് വിചാരിക്കുന്ന
പല ക്വസ്റ്റ്യൻസും ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ കൊടുക്കാറുണ്ട്. അപ്പോ this is one of my favorite quote that I put after I became a genetic counselor. First step of towards any change is awareness. അറിവാണ് നമുക്ക്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നമ്മൾ അറിഞ്ഞാൽ then acceptance second step ആയിട്ട് നമുക്ക് ഈസി ആവും. ഓക്കെ, സോ ജനറ്റിക് കൗൺസിലിംഗ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ബിക്കോസ് ആസ് കൗൺസിലേഴ്സ് ഞങ്ങൾക്ക് വി കനോട്ട് ഡയഗ്നോസ് എന്താണ് എനിക്ക് പ്രശ്നം എന്ന് ഐ കനോട്ട് സേ. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് മാഡം എനിക്ക് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ മാഡം ഇതിന് ക്യാൻ യു ഓഫർ എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലം ഇമീഡിയറ്റ്ലി വി മേ നോട്ട് ഓഫർ എ ട്രീറ്റ്മെന്റ്. ബട്ട് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയണമെങ്കിൽ ദെൻ യെസ്. അപ്പൊ പല പ്രാവശ്യം ആൾക്കാർ ദേ ഓൾസോ ടോക്ക് ടു മീ, മാഡം ഈ പ്രോട്ടീൻ എങ്ങനെയാണ് മാഡം ചെയ്യുന്നത്? അപ്പൊ നമ്മളും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാറില്ല കേട്ടോ, ബിക്കോസ് ദർ ഐ ടോൾഡ് യു റൈറ്റ് 20,000 ജീൻസ് പ്രൊഡ്യൂസിങ് മോർ ദൻ 1 million പ്രോട്ടീൻസ്. ഓക്കെ, സോ അപ്പോ ഇതിന്റെ ആക്ച്വൽ ജോലി എന്താണ്? അപ്പൊ അവർക്ക് ദേ വോണ്ട് ടു നോ മോർ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഇഷ്യൂ. അത് നമ്മുടെ ട്രീറ്റ്മെന്റിനും എന്റെ അസുഖത്തിനും ഒരു ബന്ധം ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം. ബട്ട് യെസ്, if you want to know, you can definitely ask a counselor. Okay, and അല്ലെങ്കിൽ we at least push ചില questions, madam ഈ question ഞങ്ങൾക്ക് in case നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ we definitely ask that ഈ ചോദ്യം ഡോക്ടറിന്റെ അടുത്ത് ചോദിക്കണമെന്ന് നമ്മൾ ഒരു we push them, we encourage them to have a discussion with the clinician. Okay, അപ്പോ ഇന്ന് ഇതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. So I hope I have answered some of the questions or certain doubts. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉള്ളപ്പോൾ യു ക്യാൻ പ്ലീസ് ആസ്ക് മീ. ഞാൻ ഇതൊന്ന് മാഡം, ഞാൻ ആദ്യം ഈ കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാം, അതിനുശേഷം നമുക്ക് ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നു. പിന്നെ യെസ്. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മസ്കുലർ ഡിസ്ട്രോഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ SMA ആയിക്കോട്ടെ, നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവര് ഈ ഡോക്ടർ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെ ചിലപ്പോൾ ഇത് മസ്കുലർ ഡിസ്ട്രോഫി ആണ് അല്ലെങ്കിൽ SMA ആണ് എന്ന് സ്ഥിരീകരിക്കാറുണ്ട്. സ്റ്റിൽ അവരത് ജനറ്റിക് ടെസ്റ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ ചില പേഷ്യൻസ് പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജനറ്റിക് ടെസ്റ്റിന് പോകാതെ, അതായത് ഡോക്ടറോട് പറഞ്ഞല്ലോ മസ്കുലർ ഡിസ്ട്രോഫി ആണെന്ന് അല്ലെങ്കിൽ SMA ആണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ജനറ്റിക് ടെസ്റ്റിന്റെ ആവശ്യകത എന്താണ്, ഓൾറെഡി സ്ഥിരീകരിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോ അത്തരം വ്യക്തികളോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? അപ്പൊ നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഉള്ളതെന്ന് ഫസ്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇവിടെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് പറഞ്ഞത്. നമ്മളെ സിംറ്റംസ് വെച്ചിട്ട് ഡോക്ടർ പറയുന്നു ഇത് മസ്കുലർ ഡിസ്ട്രോഫി ആണ് അല്ലെങ്കിൽ മസ്കുലർ അട്രോഫി ആയിരിക്കാന്ന്. സോ ഇറ്റ്സ് എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഓക്കെ, ജനറ്റിക് ഡയഗ്നോസിസ് ഇസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, സോ നമുക്കത് മതി എന്ന് പറയുമ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, എനിക്ക് ഡോക്ടർ ഇത് ജനറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു, ഇത് മതി എന്ന് വെച്ചാൽ ഓക്കെ, ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് ഏത് ജീനിലെ പ്രശ്നം, ഇത് മുമ്പോട്ട് എങ്ങനെ ആയിരിക്കും? ബിക്കോസ് അതിനപ്പുറം ഡോക്ടർ വിൽ നോട്ട് ബി ഏബിൾ ടു ഹെൽപ്പ് യു. ബിക്കോസ് ഈ പല കണ്ടീഷൻസിൽ സിംറ്റംസ് നമുക്ക് ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, സോ നമ്മൾ പോകുന്നത് ഡോക്ടറിന്റെ അടുത്ത് സിംറ്റംസ് വെച്ചിട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫീവർ. ഓക്കെ, നമ്മൾ ഒരു മാഡം റെഗുലർ ആയിട്ട് എനിക്ക് ഫീവർ വരും, ചിലപ്പോൾ ഫുൾ ഡേ വരും, ചിലപ്പോൾ വിട്ട് വരും, അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പക്ഷെ എന്തായാലും എത്ര പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് 10-15 days ആയിട്ട്. സി ദാറ്റ് മീൻസ് ആ സിംറ്റമിന് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഫീവർ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കണം. ബട്ട് എന്തിനാണ് ഫീവർ വരുന്നത് അതറിയണ്ടേ? സോ ഫീവർ ഉണ്ടെന്ന് നമ്മൾ തന്നെ ഓൾറെഡി ഡയഗ്നോസ് ചെയ്തു. ബട്ട് വൈ ആം ഐ ഗെറ്റിംഗ് ഫീവർ? സോ പോകുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ എന്തിനാണ് ബ്ലഡ് ടെസ്റ്റ്? നമ്മൾ ചെയ്യാതെ ഇരിക്കോ? ഫീവർ അല്ലേ, ഞാൻ പാരസെറ്റമോൾ കഴിച്ചു എന്ന് നമ്മൾ ഇരിക്കും? നോ, നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യും. സോ ഫീവർ വിത്ത് ഹെഡേക്ക് ആണെങ്കിൽ യെസ്. അപ്പോ ഇടയ്ക്ക് ഇപ്പൊ കോവിഡ് വന്നപ്പോ വെറും കോവിഡ് ടെസ്റ്റ് മാത്രം ചെയ്തിട്ടില്ല, പലർക്കും ആ സമയത്ത് ഡെങ്കും ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെ? കോവിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡെങ്കു വൈറസ് എവിടെയും ഓടിപ്പോയില്ല. സോ വാട്ട് ഹാപ്പൻ? അപ്പോ ഡയഗ്നോസിസ് ഇമ്പോർട്ടന്റ് അല്ലേ? വൈ? അപ്പോ കോവിഡ് ആണെങ്കിൽ ഇത് മുമ്പോട്ട് എങ്ങനെ ആയിരിക്കും? ഡെങ്കു ആണെങ്കിൽ ചിലതിനെ കുറിച്ച് ചിന്തിക്കരുത്, പക്ഷെ ഡെങ്കുവിലെ സെൽ കൗണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫീവർ കുറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വളരെ സൂക്ഷിക്കണം എന്നൊക്കെ ഡോക്ടർ പറയും. സോ ഈ സൂക്ഷിക്കണം എന്ന് എങ്ങനെ പറയും? ഇഫ് ഐ എസ്റ്റാബ്ലിഷ് ദ ഡയഗ്നോസിസ്. അപ്പൊ ഇവിടെ ഇഷ്യൂ വരുന്നത് ജെറിൻ ചോദിച്ചത്, the doctor is not giving relevance to genetic diagnosis. Okay, അതുമുണ്ട്. Why? Because mainly നമ്മൾ കണ്ടത് ഇറ്റ്സ് നോട്ട് ദാറ്റ് അല്ല, അവിടെ വരുന്നത് മിക്കവാറും ജനറ്റിക് ടെസ്റ്റിംഗ് കോസ്റ്റ്ലി ആണ്. യു ഓൾ നോ ദാറ്റ്. ഓക്കെ, ഇറ്റ്സ് കോസ്റ്റ്.
If it is 100 rupees or even 1000 rupees, I'm sure all of you would have done genetic testing. So as of today, genetic testing costly ആണ്. Second, അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യൻ വന്ന ഉടനെ നമ്മുടെ DNA നമുക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ഫസ്റ്റ് എല്ലാവരും ചോദിക്കും. അപ്പോ DNA മാറ്റാൻ പറ്റൂല. സോ നമ്മുടെ സിംറ്റംസ്, അപ്പോ എനിക്കൊരു ഡയഗ്നോസിസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ പോകുന്നത് വിത്ത് ദ സെയിം ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. സോ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാതെ ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്തിനാണ് ചെയ്യാതെ ഇരിക്കുന്നത്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്. ഓക്കെ, എനിക്ക് ടെസ്റ്റ് ചെയ്യാം, ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഐ ഡോണ്ട് വാണ്ട് ടു ഡു. പക്ഷെ പലർക്കും ഇത് അറിയത്തില്ല. ജനറ്റിക് കൗൺസിലിങ്ങിന് ശേഷം പലരും, ഓ മാഡം ഇന്നല്ല അടുത്ത വർഷം ചെയ്യാമോ? ചെയ്യാലോ. 5 വർഷത്തിന് ശേഷം ചെയ്യാമോ? ചെയ്യാലോ. പലരും വിചാരിക്കും എന്റെ DNA മാറിപ്പോകുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളപ്പോ ഈ ഒരു തെറ്റിദ്ധാരണ, ആസ് യു ഡിസ്കസ്, ഈ പോയിന്റ്സ് ഒക്കെ ഡോക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാറില്ല കേട്ടോ. ഓക്കെ, ബിക്കോസ് ദേ ആർ ഓൺലി ഗിവിംഗ് യു എ ഡയഗ്നോസിസ്. ബട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലെ ഫാമിലിയിൽ എന്താണ് നടക്കുന്നത്, വാട്ട് എൽസ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ജനറ്റിക് കൗൺസിലിംഗ് സെഷനിലാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നതല്ല. നമുക്കിപ്പോ നാളെ ഒരു ട്രീറ്റ്മെന്റ് അവൈലബിൾ ആകുന്ന ഒരു ഘട്ടത്തില് നമുക്കിപ്പോ ഈ ഒരു ബാധിക്കുന്ന രോഗം എന്തെന്നറിയാതിരുന്നാൽ നമുക്ക് ഒരു പക്ഷെ ആ മരുന്ന് പോലും ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരില്ല അല്ലെ? പിന്നെ എക്സാക്ട്ലി. ഇപ്പോ മസ്കുലർ ഡിസ്ട്രോഫി തന്നെ എടുക്കുമ്പോൾ എല്ലാ മസ്കുലർ ഡിസ്ട്രോഫിയിലും നമുക്ക് കാർഡിയാക് ഇഷ്യൂസ് വരണമെന്നില്ല. ഓക്കെ, ചില കണ്ടീഷൻസിൽ കാർഡിയാക് ഇഷ്യൂസിന്റെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോ ഏത് ജീൻ കൊണ്ടാണ് എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി വന്നത്, ആ മസ്കുലർ ഡിസ്ട്രോഫിയിൽ എത്രയാണ് കാർഡിയാക് റിസ്ക് ഉള്ളത്, ആ റിസ്കിന് നമുക്ക് എന്തെങ്കിലും, ഇവിടെ ഞാൻ പറയുന്നത് വെറും കാർഡിയാക് റിസ്ക് ആണ്, ചിലപ്പോൾ ആ റിസ്ക്കും ഉണ്ടാവില്ല. സോ ഒരു അൺനെസസറി ആങ്സൈറ്റി, ഓ എന്റെ ഫ്രണ്ടിന് ഇതേ, ഐ കെയിം ടു നോ ദാറ്റ് ഇവർക്കും ഒരു മസ്കുലർ ഡിസ്ട്രോഫി ആണ്, അവർക്ക് ഇതാണ് നടന്നത്, സോ ദേ മാഡം ദാറ്റ് ചൈൽഡ് പാസ്ഡ് അവേ അറ്റ് 4 years. അപ്പോ എന്റെ ബേബിയും 4 years പോവാൻ ആവശ്യമില്ല. യുവർ ബേബി മേ സർവൈവ് ടിൽ 20-25 years ഓൾസോ, വി ഡോണ്ട് നോ. ബട്ട് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആർ യു ഗോയിങ് ടു സ്റ്റോപ്പ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ചൈൽഡ്? നോ, ദാറ്റ് ബിക്കംസ് ഡിഫറെന്റ്. സോ ഇങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല. ആസ് യു സെഡ്, ഇഫ് യു നോ ദ എസ്റ്റാബ്ലിഷ് ദ ഡയഗ്നോസിസ്, എക്സാക്ട് പ്രോഗ്നോസിസ് പറയാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലുള്ള റിസ്കിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഏതിനെ കുറിച്ച് എനിക്ക് ടെൻഷൻ അടിക്കണം, ഏതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന് നമുക്കൊന്ന് വളരെ ക്ലിയർ ആക്കാം അതിന്. ഓക്കെ, ബട്ട് ഈ ടെസ്റ്റ് എപ്പോ വേണമെങ്കിലും ചെയ്യാമെന്നാണ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ആസ് യു സെഡ്, ട്രീറ്റ്മെന്റ്. ഇപ്പോ ട്രീറ്റ്മെന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ SMA-ക്ക് ഫോർ എക്സാമ്പിൾ, ഈവൻ DMD, there were no treatments. Okay, 2013-14 nothing was there. Okay, so as you said, many, and apparum even more, the cost was even high. Okay, only people who are doing, so it was too much. Appo njangal vicharikkunu what is this, but we knew that earlier oru gene test cheyanengil they have spent billions of dollars. ഇപ്പോ ഇത്ര റുപ്പീസിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു മൊബൈൽ ഫോണിന്റെ കോസ്റ്റിലാണ് ആക്ച്വലി ഒരു പ്രോപ്പർ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ പറയുമ്പോൾ you can definitely do a proper genetic testing. Definitely 5 years മുമ്പുള്ള കോസ്റ്റ് അല്ല ഇന്നുള്ളത്. ഓക്കെ, ബട്ട് അഗെയിൻ ഇത്തിരി കുറയുമെന്ന് ഇമ്മീഡിയറ്റ്ലി പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇതിനകത്ത് വേറൊരു കാര്യം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SMA പേഷ്യൻസിന് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം നമ്മുടെ മാത്രമാണ്. അപ്പോ അതും ഒരു സാധ്യതയല്ലേ? 10 കുട്ടികൾക്ക് ഇത്തരം ഒരു ജനറ്റിക് ടെസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ SMA എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 12 വയസ്സിൽ താഴെ തീർച്ചയായിട്ടും അവരുടെ രോഗം മാറാനുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. ഓക്കെ, അപ്പോ ഡയഗ്നോസിസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. So diagnosis becomes very important. But what happens is many children, they show similar symptoms. Of course, SMA doctor correct ആണെങ്കിൽ they will identify. Okay, അവിടെ identification becomes important. SMA ആണോ വേറെ എന്തെങ്കിലും ആണോ? Because test for SMA and other muscular dystrophies becomes different. വേറെ ടെസ്റ്റ് ആണ്. So we'll have to understand the genetic diagnosis establish ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോ ഈ പറഞ്ഞ മസ്കുലർ ഡിസ്ട്രോഫിയിൽ പല വിഭാഗങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിന്റെയും രോഗത്തിന്റെ സിംറ്റംസ് സെയിം ആയതുകൊണ്ട്, ഇപ്പോൾ ഞാൻ എന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ സിംറ്റംസ് കണ്ട ഡോക്ടർ എന്നോട് LGMD, ലിംബ് ഗൈഡഡ് മസ്കുലർ ഡിസ്ട്രോഫി ആണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 95% ലിംബ് ഗൈഡഡ് മസ്കുലർ ഡിസ്ട്രോഫി ആകാനാണ് സാധ്യത.
പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള 5%-ത്തിലാണെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താണ് അങ്ങനെ ബാക്കിയുള്ള 5%? ഒരു പക്ഷെ അത് മറ്റേതെങ്കിലും ടൈപ്പ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് സജസ്റ്റ് ചെയ്ത് ക്ലിനിക്കൽ എക്സോം എന്ന് പറയുന്ന ഒരു പാനലാണ് സജസ്റ്റ് ചെയ്തത്. ഞാൻ അത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് GNE മയോപ്പതി ആണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയത്. യെസ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഞങ്ങളുടെ ഗ്രൂപ്പിൽ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ചിലപ്പോൾ LGMD ആണ് എന്ന് പറഞ്ഞുകൊണ്ട് LGMD പാനൽ മാത്രമായി ടെസ്റ്റ് ചെയ്യും. പിന്നീട് അത് അല്ല എന്ന് തെളിയുമ്പോൾ ഓൾറെഡി ഞങ്ങളോട് ടെസ്റ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോ അതിൽ നെഗറ്റീവ് ആയെന്ന് അറിഞ്ഞതുകൊണ്ട് മറ്റേതെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പൊ അത്തരം സാഹചര്യം നമുക്ക് എല്ലാവർക്കും ക്ലിനിക്കൽ എക്സോം എന്ന പാനൽ സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ മാഡം? ബിക്കോസ് അതാണ് അഗൈൻ ജനറ്റിക് കൗൺസിലിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമുക്ക് പാനൽ ചെയ്താല് ക്ലിനിക്കൽ എക്സോം ചെയ്താല് ഹോൾ എക്സോം ചെയ്താല് എത്രത്തോളം ആണ് പൈസയിലെ ഡിഫറൻറ്റ് വരുന്നത്, കോസ്റ്റ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഡിഫറൻസ്. ഓക്കെ, നമ്മൾ സോ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ജീൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ 1 rupee ആണ്, 1000 ജീൻസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 1000 rupees അല്ല. മീനിങ് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ കോസ്റ്റ് ഓഫ് ദി എഗ്. ഒരു ബാസ്ക്കറ്റിൽ എഗ്സ് ഉണ്ടെങ്കിൽ ഓരോ മുട്ടയുടെ കോസ്റ്റ് അല്ല, അത് ബാസ്ക്കറ്റിന്റെ കോസ്റ്റ് ആണ്. ഒരു ബാസ്ക്കറ്റ് തന്നെ ഇത്രയാണ്. അതിനകത്ത് ഒരു 10 മുട്ട ആണെങ്കിലും 100 മുട്ട ആണെങ്കിലും 1000 മുട്ട ആണെങ്കിലും ഒത്തിരി വളരെ ചെറിയ കോസ്റ്റ് ഡിഫറൻസ് ആയിരിക്കും. സോ അപ്പോ ജനറ്റിസിസ്റ്റ് ആയിട്ട് ഞാൻ ചിന്തിക്കുന്നത് എന്തെല്ലാം ജനറ്റിക് കണ്ടീഷൻസ് ഈ ഏജില് ഒരേപോലെ സിംറ്റംസ് കാണിക്കാം. ബിക്കോസ് ഏത് അസുഖമായാലും ഇൻക്ലൂഡിങ് ജനറ്റിക്സ്, നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് എല്ലാ സിംറ്റംസ് ഫസ്റ്റ് ഡേ വരത്തില്ലല്ലോ, റൈറ്റ്? ഇപ്പൊ ഒരു കോമൺ കോൾഡ് എങ്ങനെ തുടങ്ങും? ചിലർക്ക് യു വിൽ ഹാവ് എ ത്രോട്ട് സ്ലൈറ്റ് ഫുള്ളി ഗിരിഗിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1 day ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ഹെഡേക്ക്, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഇങ്ങനെ സ്നീസിങ് തുമ്മൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ചിലപ്പോ അത് ഇറ്റ് മേ സ്റ്റോപ്പ്, ബട്ട് സെക്കൻഡ് ഡേ ചിലപ്പോ റണ്ണിങ് നോസ് ആയിരിക്കാം, പിന്നെ റണ്ണിങ് നോസ് കഴിഞ്ഞിട്ട് അത് പോവാം. അതൊരു ഫീവർ ആയിട്ട് മാറേണ്ട ആവശ്യം ഇല്ലല്ലോ. സോ ഒരൊറ്റ ദിവസം തന്നെ റണ്ണിങ് നോസും ഹെഡേക്കും ഒക്കെ വരത്തില്ലല്ലോ. ഏത് അസുഖമായാലും നമ്മൾ സിംറ്റംസ് 1 day ഓർ വിത്തിൻ 1 month നമ്മൾ കാണിക്കാറില്ല. ഇറ്റ് ഡസ് നോട്ട് കം. സോ നമ്മൾ കാണിക്കുന്ന സിംറ്റംസ്, സോ മസിൽ വീക്ക്നെസ് എന്ന് പറയുന്നത് പല റീസൺസ് ഉണ്ട്. ഓക്കെ, സോ യെസ്, അവിടെ ഡോക്ടേഴ്സ് ഇപ്പൊ ആസ് യു സെഡ് മസ്കുലർ ഡിസ്ട്രോഫി, അപ്പൊ എവിടെയാണ് ഉള്ളത്? വെദർ ഇറ്റ് ഇസ് ഇൻ ദ ലിംസ്, ലോവർ, ഡിസ്റ്റൽ ആണോ, പ്രോക്സിമൽ ആണോ, അല്ലെങ്കിൽ ഓൺലി ഓൺ ടോപ്പ്, ഫേഷ്യോസ്കാപ്പുലർ ആണോ, FSHD വേറെയാണ്, LGMD വേറെയാണ്, ഡിസ്ട്രോഫി വേറെയാണ്, മയോപ്പത്തി വേറെയാണ്, അട്രോഫി വേറെയാണ്. പക്ഷെ സിംറ്റംസ് കാണിക്കുമ്പോൾ ചിലപ്പോ കുറച്ച് വ്യത്യാസമായിരിക്കും. ഓക്കെ, ബട്ട് ഒരു സ്റ്റേജിൽ എല്ലാം ഒരേപോലെ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വൈ നമ്മളിപ്പോ ചിലപ്പോ അങ്ങനെയും വരാം, ചിലപ്പോ ഇങ്ങനെയും വരാം. പിന്നെ ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേട്ടോ. ചില ജീൻസ് ഒരു സ്ഥലത്തുള്ള വേരിയേഷൻ ഒരു ടൈപ്പ് ഓഫ് സിംറ്റംസ് ആയിരിക്കും, മറ്റ് സ്ഥലത്തുള്ള വേരിയേഷൻസ് മറ്റൊരു ടൈപ്പ് ആയിരിക്കാമെന്നും ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് സംതിങ് സിമിലർ. ഇപ്പൊ എല്ലാവർക്കും കോവിഡിനെ കുറിച്ച് അറിയാലോ. എല്ലാ കോവിഡിന്റെ സ്ട്രെയിൻസ് ഒരേപോലെ സിംറ്റംസ് ആണോ വന്നത്? ഇല്ല. അതൊരു ബീറ്റ സീറ്റ എന്തൊക്കെയോ അത് കൂടുതലാണ് വന്നത്, കുറവാണ് വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അഗെയിൻ ചില കണ്ടീഷൻസ് എങ്ങനെ വെച്ചാല് എല്ലാവരും ഒരേ സ്ട്രെയിൻ ആണെങ്കിലും എല്ലാവർക്കും സിംറ്റംസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, സിംറ്റംസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും അതിന്റെ സിവിയാരിറ്റി ഒരേപോലെ ഉണ്ടായിരുന്നു? ഇല്ല. സോ ഈ കണ്ടീഷൻസും അങ്ങനെയാണ്. മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളവരെല്ലാം ഇപ്പൊ DMD എടുത്താലും എല്ലാ DMD കൊച്ചുകളും ഒരേപോലെ അല്ല. ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദ സെയിം വേരിയേഷൻ, ഒരേ വേരിയേഷൻ ആണെങ്കിലും ദ ഡിഫറെന്റ് ബോയ്സ് ആർ ഡിഫറെന്റ്. ഓക്കെ, ഒരേ ഫാമിലിയിൽ നമ്മൾ ഡിഫറൻസ് ആയിട്ട് കാണാറുണ്ട്. ചില കണ്ടീഷൻസ് അങ്ങനെ ഉണ്ട്. ഇപ്പൊ ചിലപ്പോ സീഷേഴ്സ് നമ്മൾ നോക്കും, അച്ഛനോ അമ്മയിലോ മാഡം കുഞ്ഞിലായിരിക്കുമ്പോ എനിക്ക് ഒരു പ്രാവശ്യം വന്നു, ആസ് എൻ അഡൾട്ട് ഈസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ അതേ വേരിയേഷൻ കുഞ്ഞിലെ പോയിട്ടുണ്ട്, ജനിച്ചപ്പോ തൊട്ട് ദ ചൈൽഡ് ഇസ് ഷോയിങ് വെരി സിവിയർ സീഷേഴ്സ്. അതേ വേരിയേഷൻ ആണ്, വേറെ അസുഖമല്ല, സെയിം. അപ്പൊ എന്നിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോ മീനിങ് ഇറ്റ് ക്യാൻ പ്രസന്റ് ഡിഫറെന്റ്ലി. ഓക്കെ, സോ ബട്ട് ജീൻ ഐഡന്റിഫിക്കേഷൻ ആണ് നമുക്കിത് പറയുന്നത്. സോ സിംറ്റംസ് നമ്മളെ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ സിംറ്റംസ് ആണ്, ഇറ്റ് ഇസ് നോട്ട് എ ഡയഗ്നോസിസ്. സിംറ്റംസ് വെച്ചിട്ട് അവർ പറയുന്നത് ചിലപ്പോ വളരെ ക്ലാസിക്കൽ സിംറ്റംസ് ആണെങ്കിൽ ദേ വിൽ ടെൽ യു ഇതാണ്. ചിലപ്പോ ഓവർലാപ്പിംഗ് സിംറ്റംസ് വരും, അല്ലെങ്കിൽ എവോൾവിംഗ് സിംറ്റംസ് എന്ന് നമ്മൾ പറയും. ഇന്നിങ്ങനെയാണ്, നാളെ അത് വേറെ, ചിലപ്പോ വേറെ എന്തെങ്കിലും വരാം. സോ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജനറ്റിക് ഡയഗ്നോസിസ് പറയുന്നത്. ഓക്കെ, ഇഫ് യു ഗെറ്റ് സിംറ്റംസ് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ വെറുതെ ടെൻഷൻ അടിക്കാതെയും ഇരിക്കാം. രണ്ടും നമുക്ക് മനസ്സിലാവും.
ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വന്ന ചോദ്യമാണ് നമ്മുടെ ഗ്രൂപ്പിൽ. അതായത് വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. പലർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വിവാഹം കഴിക്കണമെന്നും അതുപോലെ തന്നെ ഓൾറെഡി വിവാഹം കഴിഞ്ഞവരുണ്ട്. അപ്പോ ഒരു കുട്ടി എന്ന സ്റ്റേജിലേക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ അവരുടെ സഹോദരങ്ങൾ അവർക്ക് കല്യാണം നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേജില് അവരുടെ മക്കൾക്ക്, അതായത് ഈ പേഷ്യന്റിന്റെ മക്കൾക്കോ അല്ലെങ്കിൽ പേഷ്യന്റ് സിബ്ലിങ്സ് ആയിട്ടുള്ളവരുടെ മക്കൾക്കോ വരാനുള്ള സാധ്യത എത്ര മാത്രമാണെന്നുള്ള ചോദ്യമാണ് പിന്നീട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നീട് ഓക്കെ സോ ഇത് ഡോമിനന്റ് ആണോ റിസസീവ് ആണോ എന്നാണ് ഫസ്റ്റ്. ദാറ്റ് ഇസ് വൈ അഗൈൻ ജനറ്റിക് ഡയഗ്നോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഡോമിനന്റ് ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക്, ഔട്ട് ഓഫ് 2 കോപ്പീസിൽ നമുക്ക് ഒരു കോപ്പിയിലാണ് പ്രശ്നമുള്ളത്. ഒരു നല്ല കോപ്പി ഉണ്ട്, ഒരു ഡിഫക്റ്റീവ് കോപ്പി ഉണ്ട്. ഈ ഡിഫക്റ്റീവ് കോപ്പി കൊണ്ടാണ് എനിക്ക് സിംറ്റംസ് ഉള്ളത്. അപ്പൊ ഇതേ ഡിഫക്റ്റീവ് കോപ്പി എന്റെ കുഞ്ഞിന് പോയാൽ കുഞ്ഞിനും എന്തായാലും അസുഖം വരും. ഈ നല്ല കോപ്പി ആരിന്ന് വരും? എന്റെ ഹസ്ബൻഡിൽ നിന്ന് ചിലപ്പോൾ വരും, കുഴപ്പമില്ല, അത് നല്ല കോപ്പി, ഹീസ് നോർമൽ. പക്ഷെ എന്നിലുള്ള ഈ ഡിഫക്റ്റീവ് കോപ്പി ഇങ്ങനെ തന്നെ കുഞ്ഞിന് പോയാൽ ദെൻ ദ ചൈൽഡ് വിൽ ഷോ സിംറ്റംസ്. പക്ഷെ എന്നീ നല്ല കോപ്പിയും പോവാല്ലോ. ഈ നല്ല കോപ്പി പോയപ്പോ ദ ചൈൽഡ് വിൽ ബി നോർമൽ. ഓക്കെ, സോ അപ്പൊ അത് ഡോമിനന്റ് ആണ്. പക്ഷെ എനിക്ക് 2 കോപ്പീസിലും പ്രശ്നമുണ്ട്, രണ്ടും ജോലി ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എന്നീന്ന് ഏത് കോപ്പി പോയാലും അത് ഡിഫക്റ്റീവ് തന്നെയാണ്. ബട്ട് എന്നീന്ന് 2 കോപ്പീസും പോകുന്നില്ലല്ലോ. പോയാൽ ഒരു കോപ്പി മാത്രമാണ് കുഞ്ഞിന് പോകുന്നത്. ഇപ്പോഴാണ് നമ്മൾ വരുന്നത് നമ്മുടെ സ്പൗസ്. ഓക്കെ, ആരാണ് സ്പേം ഡോണർ ഓർ മൈ ഹസ്ബൻഡ്. ഇദ്ദേഹത്തിന് 2 കോപ്പി നല്ലതാണോ? ഓ യെസ്, രണ്ടും നല്ലതാണ്. അപ്പൊ അദ്ദേഹത്തിന് പോകുന്ന ഏത് കോപ്പി പോയാലും നല്ല കോപ്പി പോകും. അപ്പോ ബേബിയിൽ എന്താവും? ഒരു നല്ല കോപ്പി, ഒരു ഡിഫക്റ്റീവ് കോപ്പി. ദെൻ ദ ചൈൽഡ് വിൽ ബി നോർമൽ. സോ നമ്മൾ ഒരു സിംറ്റംസ് കാണിക്കുന്ന ആളെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഡോമിനന്റ് ആണോ റിസസീവ് ആണോ എന്ന് അറിഞ്ഞിട്ട് അപ്പോഴാണ് പാർട്ട്ണറിന്റെ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. നിങ്ങളുടെ പാർട്ട്ണർ കാരിയർ അല്ല എന്ന് മനസ്സിലായതിനു ശേഷം, നിങ്ങളുടെ കുട്ടികൾക്ക് റിസ്കേ ഇല്ല എന്ന് പറയും. നോ നീഡ് ടു ഡു ടെസ്റ്റിംഗ്. പല പ്രാവശ്യം പ്രീനേറ്റൽ ടെസ്റ്റിംഗ് നോട്ട് സജസ്റ്റഡ്, നോട്ട് റെക്കമെൻഡഡ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചേക്കും. എല്ലാവർക്കും പോണമെന്നില്ല കേട്ടോ, ആബ്സല്യൂട്ട്ലി നോ. സോ നിങ്ങളുടെ ഒരു അത് എന്ത് കൈൻഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് അത് വെച്ചിട്ടാണ്. നൗ ഇത് ഫോർ ദ പേരൻസ്. ഇപ്പൊ ഡെഫിനറ്റ്ലി ഒരു ഫാമിലിയിൽ ഒരു ജനറ്റിക് അസുഖമുള്ള ഒരു ആളുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഇങ്ങനെയും പല അഡൾട്ട്സ്, മാഡം ഞങ്ങളുടെ വീട്ടിലെ ഇപ്പോ അഗൈൻ ഐ സോ ബ്ലൈൻഡ്നെസ്, അവരുടെ ഫാമിലിയിലെ പലർക്കും കാഴ്ചക്ക് പ്രശ്നമാണ്. അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരു പെൺകൊച്ചോ അല്ലെങ്കിൽ ആ വീട്ടിൽ ഒരു പെണ്ണ് കൊടുക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ്, ഒരാളും ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അഗൈൻ ഇത് ഡോമിനന്റ് ആണോ റിസസീവ് ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ യു ക്യാൻ സേ മാഡം ഞാൻ നോർമൽ ആണ്, എന്റെ ബ്രദറിന്. അപ്പൊ ഇവർ പറയും നിനക്ക് വരുന്നില്ല, പക്ഷെ വാട്ട് ഇഫ് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ യുവർ ചൈൽഡ്, അപ്പൊ ഹൗ കെൻ ഐ ഗെറ്റ് മാരീഡ് ടു യുവർ ഡോട്ടർ എന്നൊക്കെ ഇങ്ങനെ. അപ്പൊ ആ ഫാമിലിയിൽ തന്നെ പ്രശ്നം ഉണ്ടാവും. ബട്ട് നമ്മൾ ജനറ്റിക് കൗൺസിലറുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ എഴുതി തരും. ഇദ്ദേഹത്തിന്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 കോപ്പീസും നോർമൽ ആണ്, അല്ലെങ്കിൽ ഒരു കോപ്പിയിലേ ഉള്ളൂ, ഇദ്ദേഹം കാരിയർ ആണ്, കാരിയർ അല്ല. ഓക്കെ എന്ന് പറയും. അതൊന്ന്. 2, അഗെയിൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോ വി അഗെയിൻ ആസ്ക് ഫോർ കൗൺസിലിംഗ്. ബിക്കോസ് ഒരു പേഷ്യന്റ് ചിന്തിക്കുന്നത് എന്റെ ഒരു അസുഖത്തിനെ കുറിച്ച് മാത്രമാണ്. എനിക്ക് DMD ആണ്. DMD, യെസ്, ഐ എം നോട്ട് ടെല്ലിംഗ് ദാറ്റ് ഇറ്റ് ഇസ് എ ബിഗ് കണ്ടീഷൻ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ആസ് എ പേഷ്യന്റ് നമ്മൾ ആ അസുഖത്തിനെ കുറിച്ച് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ആസ് എ കൗൺസിലർ ഞാൻ പറയും, ഇവർ ഇത് മാത്രം ചിന്തിക്കുന്നുണ്ടല്ലോ, ഇവരിൽ ഇല്ലാത്തത് പുതിയതായിട്ട് എന്തെങ്കിലും കുഞ്ഞിന് വരാമല്ലോ. അപ്പൊ ഞാൻ ഈ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ ഫസ്റ്റ് കാണിച്ചല്ലോ. അപ്പൊ എന്താ പറഞ്ഞു, എല്ലാ ജനറ്റിക് അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് വരണമെന്നില്ല കേട്ടോ, എല്ലാ അച്ഛനമ്മയെന്ന് വരണമെന്നില്ല, പലതും പുതിയതായിട്ട് വരുന്നത്. മീനിങ് ഇവിടെ തന്നെ നിങ്ങൾ എല്ലാവരും പറയാ, എല്ലാവർക്കും ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, നിങ്ങളെ പേരൻസ് എഫക്റ്റഡ് ആണോ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ വന്നത്? അപ്പൊ എല്ലാരും ചിന്തിക്കും, മാഡം ഞങ്ങളുടെ 3 തലമുറ 5 തലമുറയിലെ പ്രശ്നം ഇല്ല മാഡം, എങ്ങനെയാ? യെസ്, തലമുറയിലെ പ്രശ്നം ഉണ്ടാവണം എന്നില്ല. മീനിങ് നമ്മൾ നോർമൽ ആണെങ്കിലും അടുത്ത 3-4 ജനറേഷൻ അപ്പുറം ശേഷം ആർക്കെങ്കിലും ഒരു ജനറ്റിക് മാറ്റം വരാം. അപ്പോ ഫസ്റ്റ് തിങ് നമ്മൾ വി മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് യു കനോട്ട് സ്റ്റോപ്പ് ജനറ്റിക് ഡിസോർഡേഴ്സ്. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇവിടെ മെയിൻ ക്വസ്റ്റ്യൻ, മാഡം ജനറ്റിക് വേരിയേഷൻസ് എപ്പോഴാണ് നടക്കുന്നത്, എന്തിനാണ് നടക്കുന്നത്? ഓരോ പ്രാവശ്യം ഒരു സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സെല്ലില് നടക്കുന്ന മാറ്റങ്ങളാണ്, വേരിയേഷൻസ് ആണ്. അപ്പോ ഇപ്പോഴും സെല്ലില് ഡിവൈഡ് നടക്കുന്നുണ്ടല്ലോ അല്ലെ, നമ്മുടെ സ്കിന്നും ഇതെല്ലാം പഴയ സെൽസ് പോകുന്നു, പുതിയതുണ്ടാവുന്നു, ഇപ്പോഴും മാറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലോ. യെസ്, ബട്ട് ഇതുകൊണ്ട് നമുക്ക് പ്രശ്നം വരത്തില്ല. ജനറ്റിക് വേരിയേഷൻസ് വരുന്നത് ഇനീഷ്യലി നമ്മൾ കൺസെപ്ഷൻ നടന്ന സമയത്താണ് ഇതൊക്കെ വേരിയേഷൻസ് നടന്നത്.
ആ സമയത്ത് വരാം. ഓരോ പ്രഗ്നൻസിയിലും there are chances. ആൻഡ് ഇത് വരുന്നത് പേരൻസ് അഗെയിൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവിടെ പേരൻസ് ഉണ്ടെങ്കിൽ മാഡം ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചത് കൊണ്ടോ ഞങ്ങളുടെ ജീവിതശൈലി കൊണ്ടോ നമ്മുടെ കുട്ടികൾക്ക് ജനറ്റിക് അസുഖങ്ങൾ വരുമോ? ഇല്ല. ഓക്കെ, of course unless you are exposing yourself to strong radiation, strong chemicals, അതൊക്കെ വേറെയാണ്. ഈ ഫുഡിലെ വരുന്ന കെമിക്കൽസ് ഇതൊക്കെ വേറെ, അതുകൊണ്ടൊക്കെ നമുക്ക് വരത്തില്ല. ഓക്കെ, സോ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഒരു എൻവയൺമെന്റ് അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതല്ല ഈ ജനറ്റിക് വേരിയേഷൻസ്. സോ ഇത് നമുക്ക് വി മേക്ക് ദ ഫാമിലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോ ഒരാൾക്ക് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ദെൻ ആ ഒരു ഫാമിലിക്ക് എന്താ വേണ്ടിയത് ആ ടെസ്റ്റ് മാത്രം നമ്മൾ പറയും. ആർക്കാണ് അവരുടെ ഡൗട്ട്, ഇത് കല്യാണത്തിന് പ്രശ്നമാണോ, കുട്ടികളുടെ പ്രശ്നമാണോ, ആരുടെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ സോ ഇതിനൊക്കെ ആൻസർ ജനറ്റിക് കൗൺസിലിംഗ് ആണ്. ദാറ്റ്സ് ഓൾ. സോ ഇതൊക്കെ അഡ്രസ് ചെയ്യും. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഓഡിയൻസിലേക്ക് കടക്കാം. അതായത് മാഡം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കാരിയർ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന സത്യമാണ്. അപ്പോ ഇപ്പൊ ഇൻ ദ കേസ് ഇപ്പൊ രണ്ടുപേരും കാരിയർ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത്തരത്തിൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് നിലവിൽ എന്തെങ്കിലും ചികിത്സാ മാർഗങ്ങളുണ്ടോ? നിലവിലില്ല. മീനിങ് അപ്പൊ നമ്മുടെ അച്ഛനമ്മയുടെ DNA നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ. ഓക്കെ, കുഞ്ഞിന്റെ DNA നമുക്ക് മാറ്റാൻ പറ്റൂല. ബട്ട് പ്രിവെൻഷൻ മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് പ്രിവെൻഷൻ? നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത് പ്രഗ്നൻസിയിലാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി. അപ്പൊ നമുക്ക് ഇഫ് യു ഹാവ് ഇഫ് യു ടേക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാരിയർ ആണെങ്കിൽ അവർക്കൊരു അസുഖമുള്ള കുട്ടി ജനിക്കാനുള്ള സാധ്യത 25% എന്ന് മിക്കവാറും നിങ്ങൾക്ക് ഒരു റിസസീവ് കണ്ടീഷൻ നിങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടത്. ഓക്കെ, സോ 25% നമ്മൾ പറയും. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെ DNA അല്ലെങ്കിൽ ജീൻ നമുക്ക് വി കനോട്ട് കറക്റ്റ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യും? പ്രഗ്നൻസിയിൽ നമ്മൾ കുഞ്ഞിന്റെ ജനറ്റിക് ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യാം. ഇപ്പോ എല്ലാവരും എല്ലാ പ്രഗ്നൻസിയിലും സ്കാനിൽ പോവാന്നുണ്ടല്ലോ ജെറിൻ, റൈറ്റ്? എവറിബഡി ഗോസ് അല്ലെ? പ്രശ്നമുള്ള അച്ഛനമ്മമാർ മാത്രമാണോ പോകുന്നത്? ലോകത്തിൽ എല്ലാവരും പോകുന്നു. ഇന്ത്യയിലെ മാത്രമാണോ? ഇല്ല. എവറിബഡി ഈസ് ഗോയിങ് ഫോർ സ്കാൻ. എന്തിനാ പോകണം? പ്രശ്നമുള്ള ആൾക്കാർ മാത്രം പോയാൽ മതിയല്ലോ. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുമല്ലോ, റൈറ്റ്? ഇല്ല, എവറിബഡി. ശരി, അതും ഫസ്റ്റ് പ്രഗ്നൻസി മാത്രം പോവോ? ഇല്ലല്ലോ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, മാഡം എനിക്ക് ഞങ്ങളുടെ തലമുറയിൽ ആർക്കും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടും 7th വീക്ക്, 12th വീക്ക്, 14th, 18th വീക്ക് ഇങ്ങനെ ഓരോ ഘട്ടത്തില് ഡോക്ടർമാർ വിളിക്കുമ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ഫോർ സ്കാൻ. വൈ? ബിക്കോസ് എല്ലാം നമുക്ക് അച്ഛനമ്മയെന്ന് വരാൻ പറ്റത്തില്ല, പുതിയതായിട്ട് വരാം. സ്കാനിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പക്ഷെ സ്കാനിലെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ചെവി ഉണ്ടെന്ന് പറയാം, കേൾവിക്ക് പ്രശ്നമുണ്ടോ എന്ന് പറയാൻ പറ്റുമോ ഡോക്ടറിന്? സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. മാഡം എന്താ സംസാരിക്കുന്ന ശേഷി കറക്റ്റ് ആയിട്ട് വരുമോ വെച്ചാൽ ഇല്ല. മാത്സിൽ 100% വരുമോ, 90 വരുമോ, അല്ലെങ്കിൽ 50 വരുമോ എന്ന് പറയാൻ പറ്റത്തില്ല. കുഞ്ഞിന്റെ വളർച്ച അവയവങ്ങളൊക്കെ കറക്റ്റ് ആണ്. മീനിങ് ഇതെന്തിനാ ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോ ടെസ്റ്റിന്റെ അതിൻ്റെതായ ഒരു കുറവുകളുണ്ട്. സോ സ്കാനിൽ നമുക്ക് അത്രയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ്, എല്ലാ അസുഖങ്ങളും ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ അത് കാണിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആ കുഞ്ഞിന്റെ നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാം. പക്ഷേ ഒരു ഹിസ്റ്ററി ഇല്ലാതെ, മദർ ഫാദർ അല്ലെങ്കിൽ പ്രീവിയസ് ചൈൽഡിന്റെ ജനറ്റിക് റിപ്പോർട്ട് ഇല്ലാതെ നേരിട്ട് ഒരു പ്രഗ്നൻസിയിലെ കുഞ്ഞിന്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തിൽ തന്നെ റൂൾ ഉണ്ട്. ഓക്കെ, ഉള്ള ജനറ്റിക് ടെസ്റ്റിംഗ് എല്ലാം ഞാൻ പ്രഗ്നൻസിയിൽ ചെയ്യാച്ചാൽ ആരും ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് ടുഡേ ഇല്ല, റൂൾസ് ഒന്നുമില്ല. സോ എനിക്ക് പേടിയാണ്, എന്റെ ടെസ്റ്റ് എല്ലാം നോ, സ്കാൻ മാത്രം ചെയ്തിട്ട് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ വിടും. ഓക്കെ, എന്റെ നെയ്ബറിലെ പക്കത്ത് വീട്ടിലെ എതിർ വീട്ടിലെ പ്രശ്നമൊക്കെ ഉണ്ട് മാഡം, പ്ലീസ് ഡു ദ ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നോ. ഓക്കെ, സോ അപ്പോഴാണ് നമ്മൾ പറയുന്നത് മാഡം ഞങ്ങൾ കാരിയർ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, പലരും മാഡം ഞങ്ങൾക്ക് ഹിസ്റ്ററി ആയിട്ട് ഒന്നുമില്ല, പക്ഷെ നമ്മൾ കാരിയേഴ്സ് ആയിരിക്കാമല്ലോ, ടെസ്റ്റ് ചെയ്യാമോ? ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോ എപ്പോഴാണ് പ്രഗ്നൻസിയിലെ ടെസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഹിസ്റ്ററി ഉണ്ടാവണം. 2, ജനറ്റിക് ടെസ്റ്റിംഗ് എന്തെങ്കിലും റിപ്പോർട്ട് കയ്യിലുണ്ടാവും. 3, ആ പ്രഗ്നൻസിയിൽ തന്നെ എന്തെങ്കിലും ഡോക്ടർമാർ കാണും. അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാറില്ല എന്നല്ലല്ലോ. ആ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും സ്കാനിൽ കാണുമ്പോൾ അപ്പോഴാണ് അവർ ജനറ്റിക് ടെസ്റ്റിംഗ് അവർ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ എന്നാലും എല്ലാ ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യാറില്ല, ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട്
സോ ജനറ്റിക് ടെസ്റ്റിംഗ് പിന്നെ എന്തിനാണ് ഈ ഗൈഡ് ലൈൻസ് ഉള്ളത്? അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, എന്തിനാണ് മാഡം? അപ്പോ എനിക്ക് പൈസ ഉണ്ട്, എല്ലാം അത് 1,00,000 ആയാലും കുഴപ്പമില്ല, എല്ലാം ടെസ്റ്റ് ഞാൻ കുഞ്ഞില് ചെയ്യും. ഓക്കെ, വൈ ആർ ദീസ് ഗൈഡ് ലൈൻസ്? ഒന്ന്, ഫസ്റ്റ് അഗൈൻ നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദ കോസ്റ്റ്. ഓക്കെ, എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഓക്കെ, വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓർ മാനേജ്മെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ? ദാറ്റ്സ് ഓൾ. ഓക്കെ, പിന്നെ ഒരു കുഞ്ഞിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻസി നിർത്തണം എന്നില്ല. എല്ലാ അച്ഛനമ്മമാർ അങ്ങനെ ചിന്തിക്കണമെന്നും ഇല്ല. എങ്ങനെ ചിന്തിച്ചാലും അത് തെറ്റല്ല. അപ്പൊ പല പേരൻസ് ഉണ്ട്, ഞാൻ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ ഡൗൺ സിൻഡ്രോം വരുന്നതും അല്ലെങ്കിൽ പല കണ്ടീഷൻസ് ഉണ്ട്. ഐ ഹാവ് ഓൾസോ കൗൺസിൽ 2-3 പേരൻസ് വേർ ഇങ്ങനെ അഡൾട്ട് ഓൺസെറ്റ് കണ്ടീഷൻ ഉണ്ട് 50%. സോ ഹീ സെഡ് മാഡം എന്നെ പോലെ തന്നെ കുഞ്ഞിന് വരുവാണെങ്കിൽ കഷ്ടപ്പെടണ്ടെന്ന്. ബട്ട് ദ വൈഫ് വാസ് വെരി അഡമന്റ്. ഐ ഹാവ് സീൻ ഹിം, ഞാൻ നോക്കിക്കൊള്ളാം കുഞ്ഞിനെ, എനിക്ക് പ്രശ്നമില്ല. ബിക്കോസ് ഇന്റലക്ട്, അത് ബുദ്ധിനെ എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഹി ക്യാൻ ഹാവ് പിന്നെ ടുഡേ ദു മേ നോട്ട് ബി ദ, ഇന്ന് അതിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവില്ല. എന്റെ കുഞ്ഞ് 20 വയസ്സ് 30 വയസ്സാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും വന്നാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ കുഞ്ഞിന് എന്തിനാ വേണ്ട എന്ന് പറയുന്നത്? എനിക്ക് നോക്കാനുള്ള കഴിവുണ്ട്. മീനിങ് എ മദർ ഓർ ഫാദർ ഷുഡ് ബി മെന്റലി എമോഷണലി ഫൈനാൻഷ്യലി പ്രിപ്പയർഡ്. അപ്പോ അങ്ങനെ ഒരു അറിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതിൽ പ്രശ്നമില്ല. ഒന്നും അറിയാതെ മുമ്പോട്ട് പോകുന്നതിലും പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞിട്ട് ഇല്ല മാഡം ഞങ്ങൾക്ക് തൽക്കാലം താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു തൽക്കാലം ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ ആയിട്ട് ആ പ്രഗ്നൻസി അവിടെ തന്നെ നിർത്തുന്നതിലും തെറ്റൊന്നുമില്ല. ബിക്കോസ് അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ സ്കാനിന് പോകുന്നത്. സ്കാനിലെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും പേരൻസ്? സോ ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ സ്കാനിൽ നമ്മൾ ഈ എന്താ പറയാ ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ മാൽഫോർമേഷൻസ് കാണുന്നത് ജനറ്റിക് ആണ്. മസ്കുലർ ഡിസ്ട്രോഫി മാത്രമല്ല, ഈ കൈകാലും വളർന്നിട്ടില്ല, എന്താ ഹെഡ് ഇസ് നോട്ട് ഡെവലപ്പ്, ഹാർട്ടിൽ അസുഖം പല ആൾക്കാരും ഒരു പ്രഗ്നൻസി നിർത്താറുണ്ട്, റൈറ്റ്? അതൊക്കെ ജനറ്റിക് പ്രോബ്ലംസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദീസ് ആർ, സോ യു കനോട്ട് സ്റ്റോപ്പ് ദം. തൽക്കാലം നമുക്ക് പ്രിവെൻഷൻ ആണ്. പക്ഷേ അവിടെയും എന്തിനാണ് ഒരു കുഞ്ഞിന് ഈവൻ ഇൻ പ്രഗ്നൻസി ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാറുണ്ട് ബിഫോർ ടെർമിനേറ്റിംഗ് പ്രഗ്നൻസി. വൈ? പേരൻസ് ദേ വാണ്ട് ടു നോ മാഡം ഇത് എന്തെങ്കിലും ഇതിന്റെ ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം എങ്ങനെ ആയിരിക്കും സിംറ്റംസ്? ഞങ്ങളുടെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് ആ അസുഖത്തിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമേ പേരൻസ് ഗോ ഫോർ പ്രഗ്നൻസിനെ ഒരു ഡിസിഷൻ എടുക്കാറുണ്ട്. സോ നോട്ട് ഓൾ പേരൻസ് ഡിസൈഡ് ഇമ്മീഡിയറ്റ്ലി. സോ പേരൻസിന്റെ DNA നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, പ്രഗ്നൻസിയിലെ കുഞ്ഞിന്റെ DNA നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റും, അസുഖത്തിനെ കുറിച്ച് അറിയാൻ പറ്റും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ, പിന്നെ ആ ഒരു അസുഖത്തിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. പിന്നെയാണ് ഡിസിഷൻ എടുക്കുന്നത് പേരൻസ്. ഇതെല്ലാം അഗൈൻ പ്രഗ്നൻസി കൗൺസിലിംഗ് ഇതൊക്കെ വരുന്നത്. നെക്സ്റ്റ് ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് ദയവായി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ചോദിക്കാം, നേരിട്ട് ചോദിക്കാം. കുട്ടികൾക്ക് അസുഖം വരുന്ന പറഞ്ഞല്ലോ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ കല്യാണം കഴിഞ്ഞ എത്ര പേരുണ്ടല്ലോ, അവർ കുട്ടികൾക്ക് ഈ അസുഖം വന്നിരുന്നോ? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞു, പക്ഷെ അവരുടെ കുട്ടികൾക്ക് അസുഖം ഉണ്ടോ എന്നാണോ? എനിക്ക് കിട്ടിയ അദ്ദേഹം പറയുന്നത് കുട്ടികൾക്ക് അസുഖം ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കുട്ടികൾക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആ ജനറ്റിക് അസുഖമിന്റെ ഒരു എന്താ പറയാ സിംറ്റംസ് അനുസരിച്ചായിരിക്കാം. എല്ലാ അസുഖങ്ങളും നമുക്ക് എന്താ പറയാ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ വരണമെന്നില്ലല്ലോ. പല പ്രാവശ്യം അഡോളസെന്റ് ഓൺസെറ്റ് കണ്ടീഷൻസ് ഉണ്ട്. മീനിങ് 15-16 ഇയേഴ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ there are other conditions which exactly show at 24-25. ഞങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും എപ്പോഴാണ് സിംറ്റംസ് നിങ്ങൾ ഈ നോക്കാൻ നിങ്ങൾ കറക്റ്റ്ലി അതിനെ അബ്സർവ് ചെയ്ത് നമ്മൾ ചോദിക്കും. സോ ചില കണ്ടീഷൻസ് യു കൻ നോട്ട് സീ ഇൻ ഫസ്റ്റ് 1 year or 5 years or 10 years. We will be normal. സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15-16. സോ ഐ ഹാവ് സീൻ പേരൻസ് ചില കണ്ടീഷൻസ് എക്സാക്ട്ലി 12th കഴിഞ്ഞിട്ട് കോളേജ് ഫസ്റ്റ് ഇയർ ഉള്ളപ്പോഴാണ് വരുന്നത്. അതുവരെ ദേ വിൽ ബി നോർമൽ. അതിന്റെ ഏജ് ഓഫ് ഓൺസെറ്റ് നമ്മൾ പറയും. ഓക്കെ, സോ ഓരോ അസുഖത്തിന്റെ ഏജ് ഓഫ് ഓൺസെറ്റ് വേറെ വേറെ ആണ്. 1. 2, പല അസുഖങ്ങള് നമുക്ക് വേരിയബിൾ എക്സ്പ്രസിവിറ്റി എന്ന് പറയും. മീനിങ് എല്ലാരും ഒരേപോലെ സിംറ്റംസ് കാണിക്കണം എന്നില്ല. ഓക്കെ,
എനിക്ക് അത് 5 yearsൽ വന്നു, 3 yearsൽ വന്നു. പക്ഷെ എന്റെ കുഞ്ഞിന് ചിലപ്പോ അത് 10 yearsൽ വരാം, അല്ലെങ്കിൽ ജനിച്ച ഉടനെ വിത്തിൻ 1 or 2 years, 1 or 2 months വരാം. ഓക്കെ, അങ്ങനെയുണ്ട്. അല്ല, ഈ ഗ്രൂപ്പിൽ പലരും എന്റെ ഒരു സുഹൃത്തുണ്ട് വൈശാഖന്. ഓക്കെ, അപ്പൊ അവന് 2 കുട്ടികളുണ്ട്. അവന് രണ്ട് അസുഖവും ഇല്ല. ഒരു സ്വന്തമായിട്ട് നാടൻ പണി ചെയ്ത് വരുമാനം ഉണ്ടാക്കി കുടുംബം വരുന്ന. ഓ വെരി അപ്പൊ ഗുഡ്. ചിലപ്പോ അവരുടെ മറ്റു റിസസീവ് കണ്ടീഷൻ ആയിരിക്കാം ഉമേഷ്. ചിലപ്പോ അവർക്ക് 2 കോപ്പീസിലെ പ്രശ്നമായിരിക്കാം, അവരുടെ വൈഫ് കാരിയർ അല്ലാതെ ആയിരിക്കാം. ഓക്കെ, അപ്പൊ അവരുടെ കുട്ടികൾ വെറും കാരിയേഴ്സ് ആയിരിക്കാം. അപ്പൊ അവരുടെ ജനറ്റിക് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടോ, അവർക്ക് റിസസീവ് ആണോ ഡോമിനന്റ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു കോപ്പിയിലെ പ്രശ്നം കൊണ്ടാണോ വന്നത്, 2 കോപ്പി പ്രശ്നം കൊണ്ടാണോ വന്നത്, ഒന്ന്. പിന്നെ ആ അച്ഛൻ ഇന്ന് ഏത് കോപ്പിയാണ് കുഞ്ഞുങ്ങൾക്ക് പോയതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അവര് പുറത്ത് നമ്മൾ കാണുന്നുണ്ട്, അകത്ത് അവരുടെ DNA ടെസ്റ്റ് ചെയ്താലേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ. രണ്ട് ഈ അസുഖം വന്ന് പൊതുവെ മിക്ക ആൾക്കാർക്കും ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കൂടപ്പിറപ്പിന് അസുഖം വരാറുണ്ട്. ഇവന്റെ കൂടപ്പിറപ്പിന് അസുഖമൊന്നും വന്നിട്ടില്ല. അതും കൂടി പരിഗണിക്കണമല്ലോ. അപ്പോൾ ഒരാൾക്ക് അസുഖം വന്നാൽ കൂടപ്പിറപ്പിന് അസുഖം വന്നതിന് മക്കൾക്ക് വരാൻ സാധ്യത കൂടുതലായിരിക്കണല്ലോ. എന്നാൽ എന്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ്. ഇല്ല, അങ്ങനെയും ഇല്ല കേട്ടോ. ഇല്ല. അതാണ് ഉമേഷ് ഞാൻ പറഞ്ഞത്. ഈ ഡോമിനന്റ് റിസസീവിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, സോ ഇപ്പോ അച്ഛനമ്മ കാരിയേഴ്സ് ആണെങ്കിൽ ഓക്കെ, അപ്പൊ എന്താവും, ഒരു കുഞ്ഞിന് പ്രശ്നമുണ്ടാവാം. ഓക്കെ, 2 കോപ്പീസിലെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഒരു ഫോർ എക്സാമ്പിൾ ഒരാള് ഇപ്പോൾ റാണിയിൽ നമ്മൾ എടുക്കാം. ഓക്കെ, ഒരു രമേശിനെ നമുക്ക് എടുക്കാം. രമേശിന് പ്രശ്നമാണ്. ഓക്കെ, മീനിങ് അച്ഛനമ്മ കാരിയേഴ്സ് ആണ്. അച്ഛനമ്മയിന്ന് പ്രശ്നമുള്ള കോപ്പിയാണ് രമേശിന് വന്നത്. അതുകൊണ്ടാണ് രമേശിന് നമുക്ക് സിംറ്റംസ് ഉള്ളത്. പക്ഷെ ആ സഹോദരന് അമ്മ അച്ഛനിന്ന് ഏത് കോപ്പിയാണ് വന്നത്? ഒരാൾ ഇന്ന് നല്ല കോപ്പി വന്നാലും കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് രമേശിന്റെ ഒരു ബ്രദർ സുരേഷ് ആയിരിക്കാം. സുരേഷ് ക്യാൻ ബി നോർമൽ. ഓക്കെ, അപ്പൊ സുരേഷിന്റെ 2 കോപ്പി അല്ല, ഒരൊറ്റ കോപ്പിയിൽ മാത്രമാണ് പ്രശ്നം. ആ ഒരൊറ്റ കോപ്പി കുഞ്ഞുങ്ങൾക്ക് പോയാലും പ്രശ്നമില്ല. പിന്നെ രമേശിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കോപ്പി മാത്രമേ പോകുന്നുള്ളൂ, 2ഉം പോകുന്നില്ല കേട്ടോ. അപ്പോ ഫാമിലിയില് മുമ്പായാലും പിന്നായാലും ആരും സിംറ്റംസ് കാണിക്കത്തില്ല, ഒരൊറ്റ ആളിന് മാത്രം സിംറ്റംസ് ഉണ്ടാവും. മിക്കവാറും അത് ഇറ്റ് ക്യാൻ ബി റിസസീവ് ആയിരിക്കാം. ഡോമിനന്റ് ഫോംസും നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. സോ ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ ജനറലി നമുക്ക് ഇതിന് യു കനോട്ട് ടെൽ ദാറ്റ് ഇത് വരത്തില്ല വരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാത്തിനും അതിനൊരു സയന്റിഫിക് ബേസിസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് ചെയ്ത ഉടനെ നമ്മൾ കാണിക്കാറുണ്ട്. ഈ രക്തബന്ധത്തില് പിറന്ന കുട്ടികൾക്ക് വരാൻ സാധ്യത കൂടുതലുണ്ടെന്ന് ഇപ്പോ ഈ അസുഖം വന്ന ആളുടെ പറഞ്ഞോട്ടെ. അപ്പൊ ഈ അസുഖം വന്ന ആളുടെ രക്തബന്ധത്തിൽ ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വരാൻ സാധ്യത 60% കൂടുതലാന്ന് കേട്ടു. അതിൽ തന്നെ യാഥാർത്ഥ്യമുണ്ടോ? 60% നമ്മൾ പറയത്തില്ല. യെസ്, ബിക്കോസ് ഇപ്പോ ഓൾറെഡി ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അവര് രക്തബന്ധത്തിലെ കല്യാണം കഴിക്കുവാണെങ്കിൽ അപ്പോ അവരുടെ പാർട്ട്ണർ കാരിയർ ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ഓൾറെഡി ഒരു പാർട്ട്ണറിന് 2 കോപ്പിയിലും പ്രശ്നമുണ്ട്. ഓക്കെ, അവർ കല്യാണം കഴിച്ച ആള് നോർമൽ ആണ്, പക്ഷേ അവരും കാരിയർ ആണ്. ഓക്കെ, സോ കാരിയർ ആയതുകൊണ്ട് എന്താവും, ഇവരിലും ഒരു ഡിഫക്റ്റീവ് കോപ്പി ഉണ്ടല്ലോ. അപ്പോ റിസ്ക് കുറച്ചും മക്കൾക്കും ബാധിക്കും. ഏത് അമ്മയ്ക്കും അച്ഛനും അസുഖം എന്തെങ്കിലും ഒരു ട്രബിൾ ഉണ്ടെങ്കിൽ അത് മക്കളെയും ബാധിക്കൂലേ? മക്കളെ ബാധിക്കണമെന്നില്ല. ഇല്ല, യെസ് ട്രൂ, ബാധിക്കണമെന്നില്ലല്ലോ. ജീൻ അനുസരിച്ചുണ്ടാവും. ഇപ്പൊ ഞാൻ പറയാം, പലരും കേൾവിക്ക് പ്രശ്നമുള്ള ആൾക്കാർ പലരും അവര് സാധാരണ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാറില്ലല്ലോ. അവര് വരും ഞങ്ങളുടെ അടുത്ത്, ഓക്കെ മാഡം കേൾവിക്കല്ലേ മാഡം പ്രശ്നം, വന്നാലും കുഴപ്പമില്ല ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് വരാറുണ്ട്. ബട്ട് മിക്കവാറും ആൾക്കാർ കാണും 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് ദർ ഡെഫ് ആൻഡ് മ്യൂട്ട്. ഓക്കെ, പക്ഷെ അവർക്ക് പിറന്ന കുട്ടികളെല്ലാം നോർമൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? കേൾവിക്ക് പ്രശ്നമുള്ള ജനറ്റിക് കണ്ടീഷൻസ് നമ്മൾ നോക്കുമ്പോൾ 500-നെക്കാളും കൂടുതൽ ജീൻസ് ഉണ്ട് കേട്ടോ. അറൌണ്ട് 500-600 ജീൻസ് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട് വെച്ചാല് ഈ 500 ജീൻസ് നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നാണ്, അറ്റ്ലീസ്റ്റ് ഒരു കോപ്പി. ഓക്കെ, സോ ഒരാൾക്ക് കേൾവിക്ക് പ്രശ്നം വെച്ചാൽ നമ്മൾ നോക്കും ഏത് ജീനിലെ പ്രശ്നം കൊണ്ടാണ് ഇയാൾക്ക് കേൾവിക്ക് പ്രശ്നം വന്നതെന്നാണ്. അപ്പോ ഹസ്ബൻഡിന് കേൾവിക്ക് പ്രശ്നം വന്നത് ഒരു ജീൻ എ എന്ന് പറയുന്ന ഒരു ജീനാണ് പ്രശ്നം.
വൈഫിൽ നോക്കുമ്പോ ഒരു ജീൻ എഫ് ആണ് പ്രശ്നം. ഓക്കെ, ഈ ജീൻ വേറെ ഈ ജീൻ വേറെ. അപ്പൊ ആ 2 ജീനും കുഞ്ഞുക്ക് പോകുമ്പോ പ്രശ്നമൊന്നുമില്ല. അപ്പൊ സെയിം ആണെങ്കിൽ ഇപ്പോ ഒന്നാം ജീന് കംപ്ലൈന്റ് സ്പോസിന് ഒന്നാം ജീന് കംപ്ലൈന്റ് മക്കൾക്ക് വരാൻ സാധ്യത കൂടുതലായിരിക്കില്ല. ഏത് വേറെ വേറെ ജീൻ ആണെങ്കിൽ മക്കൾക്ക് പ്രശ്നം വരാനുള്ള സാധ്യത ഇല്ല. ഒരാൾക്ക് ഒരു ജീനിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും ജീൻ ഉണ്ടെന്ന്, ആ അത്രയും ജീൻ ഒന്നിൽ കംപ്ലൈന്റ് ആണ്, സ്പൗസിനും ഇയാൾക്ക് ഒന്നാം നമ്പർ ജീനാണ് കംപ്ലൈന്റ് ആണെങ്കിൽ മക്കൾക്ക് സംബന്ധിച്ച് വരുന്നില്ലല്ലോ. അപ്പോ സാധ്യത കുറവാണ്. ഇല്ല. അപ്പോ അവിടെയും ആ ജീൻ എങ്ങനത്തെ ജീൻ ആണെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അത് ഡോമിനന്റ് ജീൻ ആണോ റിസസീവ് ജീൻ ആണോ, മീനിങ് ഒരു കോപ്പിയിലെ പ്രശ്നം കൊണ്ട് വരുന്ന അസുഖമാണോ. സോ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്, ഉമേഷ് ചോദിക്കുന്നത്, ഈ പ്രശ്നമുള്ള ആൾക്കാര് ജീനിലെ പ്രശ്നം വേറെ സിംറ്റംസ് കാണിക്കുന്നത് വേറെ. ജീനിലെ പ്രശ്നമുള്ള ആൾക്കാരെല്ലാവരും സിംറ്റംസ് കാണിക്കണമെന്നില്ല. സോ ഓൾറെഡി ഒരു അസുഖമുള്ള ആൾക്കാര് അവർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും പ്രശ്നം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അസുഖം ഇല്ലാത്ത ആൾക്കാർക്കും. ഓക്കെ, സോ സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ്, എസിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ്. സിംറ്റമാറ്റിക് ഇൻഡിവിജ്വൽസ് ഡെഫിനറ്റ്ലി എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. പക്ഷെ അത് ഒരു കോപ്പിയിലാണോ 2 കോപ്പിയിലാണോ കണ്ടുപിടിക്കണം. പിന്നെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരിലും പ്രശ്നം ഉണ്ടാവാം. ഓക്കെ, പക്ഷെ അവർക്ക് ഏത് ജീനിലാണ് മാറ്റം ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതും ഇതും തമ്മിൽ എത്രത്തോളം ചേർച്ചയുണ്ട്, വാട്ട് ഈസ് ദ മാച്ചിങ്. വേറെ വേറെ ആണെങ്കിൽ റിസ്ക് ഈസ് വെരി ലെസ്, സംടൈംസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0. നമ്മൾ 0 എന്ന് പറയത്തില്ല, ബിക്കോസ് എനി കണ്ടീഷൻ ക്യാൻ കം എനി ടൈം. ബട്ട് ഇത് ജനറൽ ആയിട്ട് എടുക്കാൻ പാടില്ല. എപ്പോഴും അത് ജീൻ അനുസരിച്ച്, ഇൻഹെറിറ്റൻസ് പാറ്റേൺ അനുസരിച്ച് മാറും. മാത്രമേ നമുക്കത് കറക്റ്റ് ഒരു കൺഫർമേഷൻ മാത്രമേ. യെസ്, വിതൗട്ട് ഡൂയിങ് ജനറ്റിക് ടെസ്റ്റ് യു ക്യാൻ നോട്ട് കം ടു എനി കൺക്ലൂഷൻ. അത് തെറ്റായി പോകും. ഓക്കെ, നിങ്ങൾ ചാൻസ് എടുക്കാം. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ പ്രോപ്പർ വേ. അപ്പോ ഈ ജീൻ എന്ന് പറഞ്ഞ ഈ ഗോണിപ്പടി പിരിപിരിയല്ല, അതല്ലേ സാധാരണ ജീൻ എന്നൊക്കെ പറഞ്ഞത് അല്ലേ? ഒരു എന്താ പറയാ, പിരി ഗോണിപ്പടി പോലെയല്ലേ ജീൻ എന്നൊക്കെ പറഞ്ഞതല്ലേ ശരിക്കും? 2 ഇതിനിടയിൽ ലൈനായി വരവരിയായിട്ടുള്ള അതല്ല ജീൻ എന്നൊക്കെ പറഞ്ഞതല്ല? അതല്ല ജീൻ. ഓക്കെ ഓക്കെ, ആ 2 ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതല്ല ഒരു ജീൻ എന്ന് പറയുന്നത്. ശരി, ഓക്കെ. അപ്പോ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ഒരു ബുക്ക് എന്ന് വെച്ചോളൂ. ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒരു ബുക്ക് എന്ന് വെക്കാമല്ലോ, റൈറ്റ്? അപ്പോ ബുക്ക്, ഏതെങ്കിലും ബുക്ക് ഒരു ഭാഷയിൽ എഴുതണം അല്ലെ? അപ്പൊ മലയാളത്തിൽ നമുക്ക് 56 ലെറ്റേഴ്സ് അല്ലേ ഉള്ളത്, ഇംഗ്ലീഷിൽ നമുക്ക് 24 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെ DNA ഭാഷയിൽ നമുക്ക് 4 ലെറ്റേഴ്സിന്റെ ഒരു ഭാഷയാണ്. ഇതിന് 4 അക്ഷരങ്ങൾ വെച്ചിട്ട് വലിയ വലിയ സെന്റൻസസ് ഉണ്ടാക്കും. ഈ വലിയ വലിയ സെന്റൻസസിനാണ് നമ്മൾ ജീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ജീൻ എത്രത്തോളം ലെങ്ത് ആയിരിക്കും? 3000 തൊട്ട് 30,000 അല്ലെങ്കിൽ 80,000 വരെ വലിയൊരു സെന്റൻസ് ആണ്. ഈ സെന്റൻസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് വരാം. ഓക്കെ, എല്ലാ മിസ്റ്റേക്സും നമുക്ക് പ്രശ്നം ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ചില മിസ്റ്റേക്സ് കൊണ്ട് ഈ ജീൻ ജോലി ചെയ്യാതെ വരും, അതുകൊണ്ട് നമുക്ക് അസുഖം വരും. ഓക്കെ, സോ ഇപ്പൊ ഇങ്ങനെ നമുക്ക് എത്ര ജീൻസ് ഉണ്ട്? 25,000 ജീൻസ്. അപ്പൊ ഓരോ ജീനിന്റെ 2 കോപ്പിയാണ് ഉള്ളത്. ഓക്കെ, സോ അത് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് കാണുന്നത്. പക്ഷെ ജീൻ നമ്മൾ വേറെ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ ഊഹിക്കാം. ഒരു ജീൻ ഒരു നൂലെന്ന് വിചാരിക്കുക. നൂല് പോലെയാണ് അത് സെല്ലിനകത്തുള്ളത്. പക്ഷെ മൈക്രോസ്കോപ്പിൽ കാണണമെങ്കിൽ നൂലിന് കാണാൻ പറ്റത്തില്ല. സാധാരണ നൂല് നമ്മൾ തിക്കായിട്ട് നമ്മൾ കാണുന്നത് കയറാവും അല്ലെ? സോ ഈ ക്രോമസോംസ് ആണ് നമ്മൾ കയറുന്നത്, നമ്മൾ പറയാം. അതാണ് നമ്മൾ ക്രോമസോംസിൽ നമ്മൾ കാണുന്നത്. ക്രോമസോംസിൽ നമ്മൾ തുറക്കുവാണെങ്കിൽ അത് DNA ആവും. ഈ സെന്റൻസസ് ആണ് നമ്മൾ DNA എന്ന് പറയുന്നത്. ഓക്കെ, വലിയ കംപ്ലീറ്റ് വലിയ സെന്റൻസസ്. സോ ഈ വലിയ DNAയില് ഒരു പോർഷൻ ഒരു ജീൻ ആയിരിക്കാം, അതിന്റെ സൈഡിൽ ഒരു ജീൻ ആയിരിക്കാം, അതിന്റെ സൈഡില്. അപ്പൊ ഒരു വലിയ ഒരു ക്രോമസോമില് 1000 കണക്കിന് ജീൻസ് കാണാം, 100 കണക്കിന് ജീൻസ് കാണാം. ഓക്കെ, അതാണ് ജീൻ. നിങ്ങൾ ഊഹിക്കണമെങ്കിൽ അങ്ങനെ ഊഹിക്കാം. ഡിഫറെന്റ്. എന്റെ പേര് ധന്യ എന്നാണ് മാഡം. എനിക്ക് LGMD ആണ്. എന്റെ ബ്രദറിനും ഈ സെയിം. ഞങ്ങൾക്ക് 2 പേർക്കും LGMD ആണ്. LGMD ആണ്. ഓക്കെ, ജനറ്റിക് ടെസ്റ്റിംഗ് ബ്രദറിനും ഈ സെയിം. ബയോപ്സി ആയിരുന്നു മാഡം ചെയ്തതല്ലേ? എന്റെ ബ്രദറിനും എനിക്കും 17ാമത്തെ വയസ്സിലാണ് ഈ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയത്.
അത്രയും നാളും Okay, വലിയ രണ്ട് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പെയിൻ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിലെ മുതൽ. ഈ ഡാൻസും സ്പോർട്സിനും ഒക്കെ ഉള്ളത് കൊണ്ട് പെയിൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. 17ാമത്തെ വയസ്സിലാണ് സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങിയത്. അപ്പൊ കാണിച്ചു എനിക്കൊരു തുടങ്ങി. മകനുണ്ട്, 8 വയസ്സുണ്ട് മോന്. ഹസ്ബൻഡ് നോർമലാണ്, കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഓക്കെ, എങ്ങനെ ഇനി ജനറ്റിക് ടെസ്റ്റ് ചെയ്യണോ മാഡം? അതോ എത്രാമത്തെ വയസ്സിലാണ് മോന്റെ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ ഓക്കെ, അതിന് ശരി. വല്ല നമ്മൾ ചാൻസ് ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് എപ്പോഴും. അറിയാം. സോ സിംറ്റമാറ്റിക് മൈനേഴ്സിന് നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാറില്ല. ഓക്കെ, സിംറ്റംസ് കാണിക്കാത്ത കുട്ടികൾക്ക്, ഞാൻ പ്രഗ്നൻസിയിലെ റൂള് പറഞ്ഞല്ലേ, അതേപോലെ ജനിച്ചതിന് ശേഷം ഒരു കുട്ടി സിംറ്റംസ് കാണിക്കുന്നില്ലെങ്കിൽ അവർക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല എന്ന് റൂളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ജനറ്റിക് Okay. ടെസ്റ്റിംഗിനെ കുറിച്ച് ഇതൊരു വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ്, നിങ്ങളുടെ ആൻസർ ചെയ്യുന്ന മുമ്പ് വേറെ ഒരു ചോദ്യത്തിന് ഞാൻ ചോദിച്ചിട്ട് ഞാൻ തന്നെ ആൻസർ പറയാം. എന്തിനാണ് ഇത്രയ്ക്ക് റൂൾസ് വരുന്നത്? ബിക്കോസ് ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലൈഫിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്യുന്ന ടെസ്റ്റാണ്. ഇന്ന് ചെയ്തു, അടുത്ത വർഷം ചെയ്തു, 10 വർഷത്തിന് ചെയ്തു, ഇല്ല. ഒരു ജനറ്റിക് മാറ്റം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് ഉണ്ട്, അത് എവിടെയും ഓടിപ്പോകില്ല. തൽക്കാലം അതിനെ മാറ്റാനുള്ള സംവിധാനം ലോകത്തിൽ എവിടെയും ഇല്ല. സോ ഇതൊരു കൊളസ്ട്രോൾ ടെസ്റ്റ്, BP ടെസ്റ്റ് അല്ലെങ്കിൽ കോവിഡിന്റെ ടെസ്റ്റ് പോലെ അല്ല. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ചെയ്ത ടെസ്റ്റ് ഒന്നും നമ്മൾ എടുത്തു വെക്കാറില്ലല്ലോ. പക്ഷെ ജനറ്റിക് ടെസ്റ്റിംഗ് റിപ്പോർട്ട് ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും, എല്ലാ റിപ്പോർട്ട് എടുത്തു വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട്, റൈറ്റ്? വൈ? അത് മാറാൻ പോകുന്നില്ല, ഒരു പ്രാവശ്യം ചെയ്യുന്ന ടെസ്റ്റാണ്. പിന്നെ എന്റെ ടെസ്റ്റ്, ജനറ്റിക് ടെസ്റ്റ് ഞാൻ ചെയ്യണോ, എന്റെ ജീൻസിനെ കുറിച്ച് ഞാൻ അറിയണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. അപ്പോ അസുഖം കാണിക്കാത്ത കുട്ടികൾക്ക് അവരുടെ DNA ടെസ്റ്റിംഗ് ചെയ്യാനുള്ള അവകാശം പോലും പേരൻസിന് ഇല്ല. നാളെ ആ കുട്ടി വലുതായതിനു ശേഷം എന്തിനാണ് എന്റെ ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കാം. ഓക്കെ, സോ അവർക്ക് ആ അവകാശം ഉണ്ട്. പക്ഷെ സിംറ്റംസ് ഉള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ റെക്കമെൻഡ് ചെയ്യും, ബിക്കോസ് അത് ട്രീറ്റ്മെന്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ആവും. ഓക്കെ, അമ്മയച്ഛന് സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോർ ദ സേക്ക് ഓഫ് ദ ചൈൽഡ്. അപ്പൊ പല പ്രാവശ്യം അമ്മയച്ഛന് പറയാറുണ്ട്, മാഡം ഇത് ജനറ്റിക് ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർമാർ പറയും ഇറ്റ് ഇസ് നോട്ട് ഫോർ യുവർ സേക്ക്. നമുക്കത് പ്രശ്നമായിരിക്കാം, നമ്മുടെ മനസ്സിന് അത് ബാധിക്കാം. അയ്യോ എന്റെ കൊച്ചിന് പ്രശ്നമാണെങ്കിൽ എന്താ? നോ. അപ്പൊ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് അസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, അവർക്ക് അവിടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാതെ ഇരിക്കുന്നത്. സോ ഇപ്പൊ ധന്യക്കുള്ള ടെൻഷൻ എന്റെ മോന്, അപ്പോ മോന് 17 വയസ്സ് വരുന്നവരെ 20 വയസ്സ് വരുന്നവരെ ഒരു ടെൻഷനാണ്. അപ്പൊ ഈ ടെൻഷന് പെട്ടെന്ന് മാറ്റാം. എങ്ങനെ? ധന്യക്കും ബ്രദറിന് LGMD ആണെങ്കിൽ മിക്കവാറും ഇതൊരു റിസസീവ് കണ്ടീഷൻ ആയിരിക്കാം, 2 കോപ്പീസിലെ പ്രശ്നം കൊണ്ട് വന്നതായിരിക്കാം. സാധാരണ ഒരു LGMD അങ്ങനെയാണ്. ഈ 17 ഇയേഴ്സ് പറഞ്ഞത് കൊണ്ട് അങ്ങനെ മിക്കവാറും, അഗൈൻ ജെറിന് ഡോക്ടർ പറഞ്ഞ പോലെ 95-98% അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളുടെ മോനിന് വരാനുള്ള സാധ്യത എപ്പോഴാണുള്ളത്? നിങ്ങളുടെ ഹസ്ബൻഡ് കാരിയർ ആണെങ്കിൽ മാത്രമേ. ഓക്കെ, LGMD ഒരു 3-4 ടൈപ്സിലുണ്ട്. ഓക്കെ, ഡിസ്ഫെറിനോപ്പത്തി, കാൽപൈനോപ്പത്തി എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഓക്കെ, അപ്പോ ധന്യക്ക് ഏത് ജീനിലാണ് പ്രശ്നം, അതേ ജീനിന് ധന്യയുടെ ഹസ്ബൻഡ് കാരിയർ ആണോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യും. ധന്യയുടെ ഹസ്ബൻഡ് കാരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ മോനിന് പ്രശ്നം വരാനുള്ള സാധ്യതയേ ഇല്ല. അപ്പോ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ സോ ജനറ്റിക് ടെസ്റ്റിംഗ് ഈസ് നോട്ട് ഓൾവേസ് ഫോർ ട്രീറ്റ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് പലർക്കും മാഡം എനിക്ക് എന്തിനാണ് ഇത് വന്നത്, 1. 2 ഈ ടെൻഷനും കുറയ്ക്കാൻ വേണ്ടി. 2 മെയിൻലി ഇറ്റ് ഇസ് ഫോർ വാട്ട് ഐ ഹാവ് സീൻ. ഓക്കെ, ഇപ്പോ ജനറ്റിക് ടെസ്റ്റിംഗ് ഇപ്പോഴല്ലേ വന്നത്, എല്ലാവരും ഓൾ ഓഫ് യു നോ. അപ്പൊ നിങ്ങൾ എല്ലാവരും യു ആർ ഓൾ അഡൾട്ട്സ്. ഓക്കെ, 20 years ബാക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ PhD ചെയ്യുമ്പോൾ ഒരു ജനറ്റിക് കൗൺസിലർ ആവുന്ന ഞാൻ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. വൈ? ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് ഇങ്ങനെ ചീപ്പ് ആവും. ഞങ്ങളൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഇറ്റ് യൂസ് ടു ലാക്സ് ആവുമായിരുന്നു. പിന്നെ പുറത്തയച്ചിട്ടാണ് ഞങ്ങളൊക്കെ ചെയ്തത് എന്തൊക്കെയോ ജനറ്റിക്. പിന്നെ കൊച്ചാണ് ടെസ്റ്റ് ഇന്ത്യയിലെ ചെയ്തത്. ഇപ്പൊ യു ക്യാൻ ഡു ലോട്ട്സ് ഓഫ് ടെസ്റ്റ്, മീനിങ് സോ ആ സമയത്ത് ഇല്ലാത്തത് ഇപ്പൊ ഉണ്ട്. യു ആർ ഏബിൾ ടു ഐഡന്റിഫൈ സർട്ടൻ തിങ്സ്. അപ്പോ ഒഴിവാക്കാനും നമുക്ക് സംഭവിക്കാം. സോ എനിക്ക് ഇതുകൊണ്ടാണ് വന്നത്, ഇതേ ജീനില് എന്റെ പാർട്ട്ണർ കാരിയർ അല്ല, അപ്പൊ എന്റെ ചൈൽഡിന് വരാനുള്ള സാധ്യതയില്ല. യു ക്യാൻ ബി വെരി ഹാപ്പി. ഓക്കെ, ദ ടെൻഷൻ യു നീഡ് നോട്ട് ക്യാരി എവറി ഡേ. ഓക്കെ, സോ ഹൗ മെനി പ്രായം? എത്രയാ മോനിന് പ്രായം? 8 വയസ്സ്. അപ്പൊ ഇനി 10 വർഷം ടെൻഷൻ ഉണ്ടാവണം എന്നാണോ ആഗ്രഹം?
അല്ല മേഡം, എന്നാലും നമുക്ക് ഉണ്ടല്ലോ, ഉള്ളിലുണ്ട്, ഉണ്ടാവുമല്ലോ. ഇമ്മീഡിയറ്റ്ലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ വർഷമല്ല അടുത്ത വർഷം വേണമെങ്കിലും ചെയ്യാം. ബിക്കോസ് ഐ നോ ഇറ്റ് ഇസ് കോസ്റ്റ്ലി, ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ബട്ട് ഒന്നൊന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് ധന്യനെ ടെസ്റ്റ് ചെയ്യാം. 6 മാസം, 1 വർഷം, 2 വർഷത്തിന് ശേഷം മോനിന് 10-12 വർഷം ആവുന്ന മുമ്പേ ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ. അറ്റ്ലീസ്റ്റ് പതുക്കെ. ഓക്കെ ഓക്കെ, ഇമ്മീഡിയറ്റ്ലി 2 പേർക്കും ചെയ്യണമെന്നില്ല. ഫസ്റ്റ് ഒരാൾക്ക് ചെയ്യാം. ഓക്കെ, യു ക്യാൻ ടേക്ക്. ബിക്കോസ് സി, ധന്യക്കായാലും ധന്യയുടെ ഹസ്ബൻഡിനായാലും ജീൻസ് മാറാൻ പോകുന്നില്ല. ടെസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഡിലേ, അത്രേ ഉള്ളൂ. ഓക്കെ, യു ടേക്ക് യുവർ ടൈം, ബട്ട് ഡു ദ ടെസ്റ്റ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. പിന്നെ ആരാണ്? ചോദ്യത്തിലേക്ക് ശ്രീലക്ഷ്മി ആയ പറയൂ. പറയൂ. മാം, എല്ലാ മസ്കുലർ ഡിസ്ട്രോഫിയിലും ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ എന്റെ മോന് DMD ആണ്. ഓക്കെ, അപ്പോ ആ ഒരു കേസിൽ വരുമ്പോ ഹാർട്ട്, ലെൻസ് ഒക്കെ പോലെയുള്ള അതിന്റെയൊക്കെ ഫങ്ഷൻസിനൊക്കെ എന്തെങ്കിലും ഇനി സ്റ്റിറോയിഡ് ഒന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. ഓക്കെ. അവനിപ്പോ 5 എത്രയാണ് 5 വയസ്സായി. മോനിന്റെ പ്രായം? 5 വയസ്സായല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ അതിന്റെ ആ ഒരു ഫങ്ഷനൊക്കെ ഇനി അത് മുമ്പോട്ട് എങ്ങനെയായിരിക്കും അതിനെ ബാധിക്കാന്നൊന്ന് അറിയാനായിരുന്നു. ഓക്കെ, സി, അപ്പോൾ നമുക്ക് പ്രോഗ്നോസിസ് DMDക്ക് സി, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഐ കനോട്ട് ഓഫർ അബൌട്ട് ട്രീറ്റ്മെന്റ്. ബട്ട് DMDയിലെ കാർഡിയോമയോപ്പത്തി ഒരു സിംറ്റം ആണ്. ഓക്കെ, അപ്പോ പല കുട്ടികൾക്ക് അപ്പോ റെഗുലർ കാർഡിയാക് ഇവാലുവേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഈ റെഗുലർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആഴ്ച, എല്ലാ മാസം പോണമെന്നില്ല. അപ്പോ നിങ്ങളുടെ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റ് പറയും എവറി 6 months വരാം. ഓക്കെ, that is there. പിന്നെ second is again some of the doctors they also see എന്താണ് വേരിയേഷൻ. ചില വേരിയേഷൻസ് കുറച്ചും കൂടി സിംറ്റംസ് ചിലപ്പോൾ സിവിയർ ആയിരിക്കാം, ചില മാറ്റങ്ങളുടെ സിംറ്റംസ് കുറച്ച് മൈൽഡ് ആയിരിക്കാം. ഓക്കെ, ബട്ട് സ്റ്റിൽ നമുക്ക് ഇത് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെ വരും, ഇപ്പൊ തന്നെ ഉണ്ടാവുന്ന നമുക്ക് വി കനോട്ട് പ്രെഡിക്ട്. ബിക്കോസ് അഗെയിൻ ഈ ചൈൽഡ് ഇസ് ആക്ച്വലി ഡിഫറെന്റ്. ഓക്കെ, സോ എസ്പെഷ്യലി ഇപ്പോ ശ്രീലക്ഷ്മി DMD എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഈ ഗ്രൂപ്പിലല്ലാതെ DMDയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാമോ? വേറെ പേരന്റ്സ് ആരെങ്കിലും ഉണ്ടോ? നമ്മളത് ഗ്രൂപ്പിൽ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുള്ളതാണ് മാഡം. DMD കേരള ഗ്രൂപ്പ്. ഓക്കെ, അതൊന്ന്. പിന്നെ ഇവിടെ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇസ് ദർ, കോയമ്പത്തൂരിലെ MDCRC എന്നുണ്ട്. ഓക്കെ, അവർ തുടങ്ങിയതേ DMD ആണ്. പക്ഷെ ഇപ്പോഴാണ് ദേ ഹാവ് ഗോൺ അഹെഡ് ഈവൻ വിത്ത് അതർ മസ്കുലർ ഡിസ്ട്രോഫീസ്. ഓക്കെ, സോ most of the parents whom I talk to anywhere, I'll ask them to go once and meet the team there in Coimbatore. Okay, apo the best thing is there sometimes variations vechittum avaru they have looked at certain changes. Venengil avare poi kaanam, allengil the best is your neurologist. Okay, the neurologist who has understood DMD ne kurichu korchum kudi avarku oru valare clear aayittu oru undengil parayam. But again eppozhum correct ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. യെസ്, DMDയിലെ കാർഡിയോമയോപ്പത്തി ഒരു സിംറ്റം ആണ്. പക്ഷെ ഈ ഏജിലെ തന്നെ വരും, ഇപ്പൊ തന്നെ വരണം എന്ന് അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, നമ്മൾ I have spoken to young men who are almost 20 years also. Okay, so and I have spoken to parents who have lost a child very early also. So പെട്ടെന്ന് also they may get cardiomyopathy. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ വേരിയേഷൻ കൊണ്ട് വരും, ഈ വേരിയേഷൻ കൊണ്ട് വരത്തില്ല എന്ന് നമുക്ക് see the issue main is ഈ പ്രോഗ്നോസിസിലെ ചിലത് prediction is very difficult. Okay, but evaluation is important. ചില കണ്ടീഷൻസിന് മൈൽഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, അത് യു ഹാവ് ടു ടോക്ക് ടു യുവർ ക്ലിനിഷ്യൻ. They will give. മാം, പിന്നെ ഒരു ഡൗട്ടും കൂടി ഉണ്ട്. എനിക്ക് രണ്ടാമതൊരു മോൻ കൂടി ഉണ്ട്. ആൾക്ക് ഇപ്പോ 2.5 വയസ്സാണ്. അപ്പോ ആ മോനും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ഇവനെ കാണിച്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ഇതുവരെ അങ്ങനെ ടെസ്റ്റിലേക്ക് പോയിട്ടില്ല. അതെന്താ ടെൻഷൻ കൊണ്ടാണോ അറിയില്ല. പക്ഷെ സോ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഞാൻ ഐ ക്യാൻ നെവർ സേ ഞാനൊരു കൗൺസിലർ ആയിരിക്കാം ഇത്ര സമയം ഞാൻ സംസാരിക്കും, ബട്ട് ഐ ക്യാൻ നോട്ട് ഫീൽ വാട്ട് യു ആർ ഫീലിംഗ്. അത് തെറ്റായിരിക്കും. ബിക്കോസ് അൺലെസ് യു ഹാവ് എ ചൈൽഡ് ഓർ അൺലെസ് യു ഹാവ് എ ഡിസീസ് ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് യുവർ പ്രോബ്ലം. ഐ കനോട്ട് സേ എനിക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ബട്ട് ഈ ഒരു ടെൻഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും. നിങ്ങൾക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് നേരിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഇല്ലെങ്കിൽ യൂഷ്വലി DMDക്ക് നമ്മൾ പറയുന്നത് ഒന്ന് യു ക്യാൻ ഗോ ഫോർ CPK ലെവൽസ്. വേണമെങ്കിൽ CPK ലെവൽസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ,
അതർവൈസ് ജസ്റ്റ് ലീവ് ഇറ്റ്, നോ ഇഷ്യൂസ്. ഒന്ന്. രണ്ട്, ഇപ്പൊ ഞാൻ ധന്യക്ക് പറഞ്ഞ അതേ ആണ്. ഇപ്പൊ സിംറ്റംസ് ഇദ്ദേഹം 5 വയസ്സിൽ കാണിച്ചത് കൊണ്ട് ഇദ്ദേഹം കാണിക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, സോ അതുവരെ നമ്മള്, സോ യു ഹാവ് ടു ഡിസൈഡ് ആൻഡ് സി. ഇപ്പോ ശ്രീലക്ഷ്മിക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? CP നോക്കിയിരുന്നു, നോർമൽ ആണ്. ഓക്കെ, നോർമൽ ആണ്. ഓക്കെ, പക്ഷെ നമുക്ക് CPK ചെയ്യാം. അപ്പോ അതേ വേരിയേഷൻ ഇപ്പോ ധന്യയിൽ ഇല്ലെങ്കിലും നമുക്ക് DMD-യിലെ ചിലപ്പോ റിസ്ക് ഓഫ് റിക്കറൻസ് ഉണ്ട്. ഓക്കെ, സോ ടൈം എടുക്കുന്നതിലെ പ്രശ്നമൊന്നുമില്ല. ബട്ട് നിങ്ങളൊന്ന് ബോത്ത് യു ആൻഡ് യുവർ ഹസ്ബൻഡ് ഹാവ് ടു ഡിസൈഡ്. ഓക്കെ, ബിക്കോസ് ചെയ്യുന്നതിലുള്ള ടെൻഷനും ചെയ്യാതെ ഇരിക്കുന്നതിലെ ടെൻഷനും ഉണ്ട് കേട്ടോ. അൺനെസസറി ടെൻഷനാണ്, മനസ്സിലായോ? ഓക്കെ, ഒരു അറിഞ്ഞിട്ട് എടുക്കുന്ന ടെൻഷൻ വേറെയാണ്, ബട്ട് അറിയാതെ ചെയ്യുന്നത്, ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വേറെയാണ്. ഓക്കെ, സോ വരണം എന്നില്ല. If you are not a carrier, the risk of recurrence is only 10%. It is not like other dominant conditions. കുറച്ച് കൂടുതലാണ്, 10 to 15% ആണ്, എസ്പെഷ്യലി ഫോർ DMD. ബട്ട് അഗെയിൻ, ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലെ ഹിസ്റ്ററി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ധന്യ കാരിയർ അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ബട്ട് അഗെയിൻ ഇറ്റ്സ് എ കോൾ, അതൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഡിസ്കസ് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ട് ചെയ്യാം. അപ്പോ യുവർ സപ്പോർട്ട് ഗ്രൂപ്പ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അടുത്ത ചോദ്യം മാഡം, മാഡത്തിന്റെ കോണ്ടാക്ട് നമ്പർ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. യെസ്, ഞാൻ തരാലോ. ഐ കൻ ഡു. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യട്ടെ. വേർ ഇസ് ദ ചാറ്റ് ബോക്സിൽ നമ്പർ, മാഡത്തിന്റെ നമ്പർ വേണ്ടവർ ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കുക. മാഡത്തിന്റെ നമ്പർ ഇപ്പോൾ മാഡം ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്പർ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് നോക്കിയെടുക്കാവുന്നതാണ്. മാഡം, ഒരു ക്വസ്റ്റ്യൻ, യു ക്യാൻ മെസ്സേജ് മീ. സോ ഒരു കൗൺസിലിംഗ് സെഷൻ 30 minutes to 1 hour പോവട്ടോ. സോ ഞാൻ രാവിലെ തൊട്ട് എന്റെ ജോലി ഇതാണ്. സോ ഇഫ് ഇൻ കേസ് നിങ്ങൾ കോൾ ചെയ്യണ്ട, മെസ്സേജ് ഇടുക. ഓക്കെ, ഈ നമ്പറിൽ വാട്സപ്പും ഉണ്ട്, ഡോണ്ട് വറി. സോ വാട്സപ്പ് ചെയ്യാം, SMS ഇടാം, നോ ഇഷ്യൂസ്. വേണമെങ്കിൽ ഞാൻ ഐ വിൽ ഓൾസോ ഗിവ് യു മൈ, എന്തായാലും ഐ വിൽ ഗിവ് മൈ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്, സോ ദാറ്റ് ഇത് എവറിഡേ ഐ ഓപ്പൺ. ഓക്കെ, മെഡ്ജിനോമിന്റെ ഒരു സ്റ്റാഫ് എന്ന നിലയിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? Yes. And please don't share genetic reports. Wait, Jaren, ഒരു സെക്കൻഡ്. ജനറ്റിക് റിപ്പോർട്ട്സ് വാട്സാപ്പില് ഷെയർ ചെയ്യരുത്. ഞാൻ ചോദിക്കാൻ വന്നത്, ഞങ്ങളുടെ പേഷ്യൻസിൽ കുറച്ച് പേര് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാൻ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. പെൻഡിംഗ് ആയിട്ട്, കൃഷ്ണകുമാർ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. പ്രോജക്റ്റിന് വേണ്ടിട്ട് ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോയമ്പത്തൂരിലുള്ള ഒരു ടീമിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, വേറെ ഒരാളിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, പ്രോജക്റ്റിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ, ബട്ട് എന്താ പറയാ, നോക്കാം, ലെറ്റ് us see. ഓക്കെ, നിങ്ങൾ എന്തായാലും യു ആർ വെയിറ്റിംഗ്. ഇഫ് ദർ ഇസ് എനി പ്രോജക്ട്, then we can take it inside the project. ഓക്കെ, പക്ഷെ പിന്നെ എല്ലാ പ്രോജക്ട്സിലും നമുക്ക് 100% ഉണ്ടാവണമെന്നില്ല കേട്ടോ. ചിലപ്പോ ദേ മേ ഗിവ് പാർഷ്യൽ ഫണ്ടിങ് ആയാലും, ആസ് ഓഫ് നോ ഞാൻ പറഞ്ഞു, പാർഷ്യൽ ആയാലും പറയാ. അറ്റ്ലീസ്റ്റ് യു ലെറ്റ് us know. ഡിസിഷൻ നമുക്ക് ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു യു പീപ്പിൾ. ചെയ്യണോ വേണ്ടോ എന്ന് നിങ്ങൾ പിന്നെ തീരുമാനിക്കാം. ജോസഫ്, ചോദിക്കാനുള്ളതാണോ? ജോസഫ്. എന്റെ മോന് DMD ആണ്, അവന് 5 വയസ്സാണ്. കാരിയർ ടെസ്റ്റും കൂടി ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ കാരിയർ ആയിരുന്നു. മൂത്തൊരു, അവന് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോ ഇത് വരാനായിട്ടുണ്ടായ സാഹചര്യം എന്താണ്? എങ്ങനെയായിരിക്കാം ഈ കുട്ടിക്ക് ഇത് വന്നത്? ഓക്കെ, നമുക്കില്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, സോ ഞാൻ അതാ പറഞ്ഞത്, എല്ലാം വേരിയേഷൻസ്, മാറ്റങ്ങൾ അമ്മ അച്ഛൻ എന്ന് തന്നെ വരണമെന്നില്ല, പുതിയതായിട്ട് കുഞ്ഞുങ്ങളിലും വരാം. അപ്പൊ എപ്പോഴാ ഇത് വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ നടക്കുന്ന വേരിയേഷൻസ്. ഇപ്പോ മിസ്റ്റർ ഉമേഷ് ചോദിച്ചപ്പോ DNA ഞാൻ പറഞ്ഞു എന്താണ്, ഒരു ലോങ് സ്ട്രിംഗ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോ ഓരോ സെല്ലിനകത്ത് നമുക്ക് 6 ബില്യൺ ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, 6 ബില്യൺ, 6 ബില്യൺ ലെറ്റേഴ്സ് ആണ് ഓരോ സെല്ലിനകത്തുള്ളത്. ഓക്കെ, അപ്പോ ഒരു സെൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ 6 ബില്യൺ ലെറ്റേഴ്സ് കോപ്പി ചെയ്തിട്ട് അടുത്ത സെല്ലിലേക്ക് പോകണം അല്ലെ? നമ്മൾ സെൽ ഡിവിഷൻ, നമ്മുടെ ജീവിതം എങ്ങനെയാ തുടങ്ങുന്നത്? ഒരൊറ്റ സെറ്റിൽ നിന്നല്ലേ? എഗ് ആൻഡ് സ്പേം ഒന്നായിട്ട് ചേർന്ന് ഒരൊറ്റ സെല്ലായി. ആ സെല്ല് 1, 2 ആയി, 2, 4, 8, അങ്ങനെയാണ് ഇത്ര വലിയ ശരീരം. അല്ലെങ്കിൽ ഹ്യൂമൻസ് മാത്രമല്ല, ഒരു പൂവായാലും, ഒരു പട്ടിയായാലും, ഒരു ഒരു ആനയായാലും അങ്ങനെയാണ് തുടങ്ങിയത്. ലൈക്ക് സോ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് സെൽ ഡിവിഷനിൽ ഈ കോപ്പി ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. So genetic variations are
errors, mistakes that happen during cell division. Okay, mistakes ആണ്. ഈ മിസ്റ്റേക്സ് എന്തുകൊണ്ടാണ് വന്നത്? നമ്മൾ കഴിച്ചത് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ? ഇല്ല. ഏത് പ്രഗ്നൻസിയില് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. ആക്ച്വലി എല്ലാ പ്രഗ്നൻസിയിലും മാറ്റങ്ങൾ വരും, പക്ഷേ എല്ലാ മാറ്റങ്ങൾ കൊണ്ട് അസുഖം വരത്തില്ല. That you have to understand. Okay, so അമ്മ അച്ഛനിൽ ഇല്ലെങ്കിലും പുതിയതായിട്ട് വരാം. തൽക്കാലം നമ്മൾ ഒരു ചൈൽഡിന് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാൻ നമുക്ക് എന്താ പറയാ ഒരു റൂൾ ഇല്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ DMD, ബിക്കോസ് നമ്മുടെ നാട്ടില് അറ്റ്ലീസ്റ്റ് ഇൻ ഇന്ത്യ, സൗത്ത് ഇന്ത്യയില് there are lots of cases of DMD. So അറ്റ്ലീസ്റ്റ് DMDക്ക് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? പ്രഗ്നൻസിയിലും നമ്മൾ ഇൻവേസീവ് ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ആരെങ്കിലും പ്രഗ്നൻസിയിലെ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ ഈ ഗ്രൂപ്പില്? എനി വൺ ഓഫ് യു? ഓക്കെ, സോ പ്രഗ്നൻസിയിലെ ഒരു കുഞ്ഞിന്റെ ജനറ്റിക് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യും? ആ കുഞ്ഞിന്റെ ചുറ്റും വെള്ളം ഉണ്ടാവില്ലേ, ആ വെള്ളം എടുത്തിട്ടാണ് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത് കേട്ടോ. ആ വെള്ളം എങ്ങനെ എടുക്കും? യു ഹാവ് ടു പുട്ട് എ നീഡിൽ. സോ ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയും, അവരൊരു നീഡിൽ ഇട്ടിട്ടാണ് അവർ ഈ വെള്ളം എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് വേറെ ഒരു മാർഗമില്ല. ബിക്കോസ് നമുക്കാണെങ്കിൽ ബ്ലഡ് എടുക്കും, കുഞ്ഞിന്റെ ടെസ്റ്റ് ഇങ്ങനെ ചെയ്യാം. സോ ഈ പ്രൊസീജിയർ വെറുതെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതാണ് ബിക്കോസ് പ്രൊസീജിയറിന് കൊണ്ട് there is a very very small risk of miscarriage. അത് നമ്മൾ ആക്ച്വലി ഈ കാലത്ത് നമ്മൾ അതിനെ എടുക്കാറില്ല. 0.2 0.3 എന്ന് നമ്മൾ പറയും, നോട്ട് ഈവൻ 0.5. ഓക്കെ, 1 in 1000 ചാൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അത്ര റിസ്ക് ആണ്. ബട്ട് ഏത് പ്രൊസീജിയർ ആയാലും റിസ്ക് ഉള്ളത് കൊണ്ട് പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. ബട്ട് ചില കണ്ടീഷൻസിന് ചിലപ്പോ ഇന്ന് റൂൾ ഇല്ല ജോസഫ്, ബട്ട് ദെൻ ഐ ഡോണ്ട് നോ, ആഫ്റ്റർ 5 years ഈ റൂൾസ് ഒക്കെ മാറാം, ചെയ്യാം. പേരൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ചിലപ്പോൾ റൂൾസ് വരാം. ബട്ട് തൽക്കാലം നമ്മൾ ഈ വേരിയേഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. അമ്മയിൽ ഇല്ലെങ്കിലും അമ്മ അച്ഛന് കാരിയർ ആയിട്ട് ഇല്ലെങ്കിലും കുഞ്ഞില് വരാമെന്ന് ഇങ്ങനെ വരാം. ഓക്കെ, ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ഹാപ്പൻ. പിന്നെ ഇത് വരുന്നത് ബിഫോർ വാട്ട് ടു സേ എഗ് ഫോർമേഷൻ ഓർ ആഫ്റ്റർ എഗ് ഫോർമേഷൻ ഓർ ആഫ്റ്റർ ദി എന്താ പറയാ എംബ്രിയോ ഇസ് ഫോംഡ്. രണ്ട് സമയത്ത് നമുക്ക് നടക്കാം. ഓക്കെ, സോ ബട്ട് ഇഫ് യു ആർ പ്ലാനിങ് എ നെക്സ്റ്റ് പ്രഗ്നൻസി, നിങ്ങൾ കാരിയർ അല്ലെങ്കിലും പ്രഗ്നൻസിയിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് റൂൾ ഉണ്ട്. റൂളല്ല, വെരി സ്ട്രോങ് ഗൈഡ് ലൈൻ. ഓക്കെ, ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. ഓക്കെ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എസ്പെഷ്യലി DMDക്ക് അമ്മ കാരിയർ അല്ലെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും ഇത്രയും അധികം ഞങ്ങളോടൊപ്പം നിന്നതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ഏകദേശം 3/4 മണിക്കൂറാണ് ആദ്യം സമയം പറഞ്ഞത്. ഇപ്പൊ 2 മണിക്കൂറോളം മേഡം നമുക്ക് വേണ്ടി സമയം അനുവദിച്ചത് അതിന്റെ ഒരു വലിയ കാര്യമാണ്. അപ്പോ നമുക്ക് വേണ്ടി സമയം ഇതാക്കിയതിനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അറിവുകൾ പങ്കുവച്ചതിനും ഏറ്റവും സ്നേഹത്തോടെ മൈൻഡ് ട്രസ്റ്റിന്റെ പേരിലും പ്രതീതി പ്രൊജക്ടിന്റെ പേരിലും ഒപ്പം തന്നെ ഇവിടെ കൂടിയിരുന്ന എല്ലാവരുടെ പേരും നന്ദി അറിയിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകരായ നിങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഓഡിയൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.